നമസ്കാരം. ഡിവൈഎഫ്ഐ കൊല്ലം ജില്ലാ സമ്മേളനം കടയ്ക്കലിൽ വെച്ച് നടക്കുന്നു. അതിൽ തത്സമയ ദൃശ്യങ്ങളിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം. സ്റ്റാൻഡ് വെക്കാനുണ്ട്, സ്റ്റാൻഡ് അടിക്കാനുണ്ട്. പതാക ഉയർത്തിയതിനു ശേഷം രക്തസാക്ഷി മരിക്കുന്നില്ല. ജീവിക്കുന്നു ഞങ്ങളിലൂടെ, ഞങ്ങളിലൊഴുകും ചോരയിലൂടെ. ലാൽ സലാം, ലാൽ സലാം, നൂറ് നൂറ് ലാൽ സലാം. സിന്ദാബാദ്, സിന്ദാബാദ്, ഡിവൈഎഫ്ഐ സിന്ദാബാദ്, ജില്ലാ സമ്മേളനം സിന്ദാബാദ്. അത് കേൾക്കണം. ജില്ലാ സമ്മേളനത്തിന്റെ സമ്മേളനത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ഡിവൈഎഫ്ഐയുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീനാഥ് പതാക ഉയർത്തും. വാനിലുയർന്നു പറക്കു പതാകെ. ഡിവൈഎഫ്ഐ മുന്നോട്ട്. സിന്ദാബാദ്, സിന്ദാബാദ്, ജില്ലാ സമ്മേളനം സിന്ദാബാദ്. ഇൻകുലാബ്, ഇൻകുലാബ്, ഇൻകുലാബ് സിന്ദാബാദ്. മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്താൻ കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു. ജില്ലാ സമ്മേളനം സിന്ദാബാദ്. കാണാൻ പോകണ്ടോ? ഡിവൈഎഫ്ഐ സിന്ദാബാദ്, രക്തസാക്ഷികൾ സിന്ദാബാദ്, രക്തസാക്ഷികൾ അനശ്വരന്മാർ, അനശ്വരന്മാർ ധീരന്മാർ, ധീരന്മാരെ ത്യാഗികളെ, ധീരരക്തസാക്ഷികളെ, നിങ്ങൾക്കായിരം അഭിവാദ്യങ്ങൾ, ആയിരം ആയിരം അഭിവാദ്യങ്ങൾ, ഊർജുവപ്പൻ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു ഡിവൈഎഫ്ഐ. സിന്ദാബാദ്, സിന്ദാബാദ്, ഡിവൈഎഫ്ഐ സിന്ദാബാദ്, രക്തസാക്ഷികൾ സിന്ദാബാദ്, രക്തസാക്ഷികൾ അനശ്വരന്മാർ, അനശ്വരന്മാർ ധീരന്മാർ, ധീരന്മാരെ ത്യാഗികളെ, ധീരരക്തസാക്ഷികളെ,
രക്തസാക്ഷികൾ സിന്ദാബാദ്. രക്തസാക്ഷികൾ അനശ്വരന്മാർ ധീരന്മാർ. ജില്ലാ സമ്മേളനം സിന്ദാബാദ്. ഡിവൈഎഫ്ഐയുടെ കൊല്ലം ജില്ലാ സമ്മേളനം കടയ്ക്കലിൽ ആരംഭിക്കുന്നു. കടയ്ക്കൽ ഗാഗോ ഇതാണ് ഇന്ന് ഉദ്ഘാടന സെക്ഷൻ പരിപാടികളും സമ്മേളനവും നടക്കുന്നത്. അതിന് തത്സമയ ദൃശ്യങ്ങൾ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ തത്സമയം എത്തിക്കുന്നതാണ്. അസോസിയേഷന്റെ അഭിവാദ്യങ്ങൾ, സഖാക്കൾക്ക് അഭിവാദ്യങ്ങൾ. വീഡിയോ എടുത്ത് ചെയ്യുന്ന പരിപാടിയില്ല. അഭിവാദ്യങ്ങൾ, 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 അഭിവാദ്യങ്ങൾ. പ്രകൃതി സഖാക്കൾക്ക് അഭിവാദ്യങ്ങൾ. അഭിവാദ്യങ്ങൾ. മകള അസോസിയേഷന്റെ അഭിവാദ്യങ്ങൾ. അഭിവാദ്യങ്ങൾ, അഭിവാദ്യങ്ങൾ, ലാൽ സലാം, ലാൽ സലാം, ലാൽ സലാം സഖാക്കളെ. അഭിവാദ്യങ്ങൾ, 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 സഖാക്കൾക്ക് അഭിവാദ്യങ്ങൾ. 100 ചുവപ്പൻ അഭിവാദ്യങ്ങൾ. മകള അസോസിയേഷന്റെ അഭിവാദ്യങ്ങൾ. അഭിവാദ്യങ്ങൾ, 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 അഭിവാദ്യങ്ങൾ. മകള അസോസിയേഷന്റെ അഭിവാദ്യങ്ങൾ. ലാൽ സലാം, ലാൽ സലാം, ഞാൻ അതോട്ടിക്കട്ടെ. ലാൽ സലാം, ലാൽ സലാം, ലാൽ സലാം. സ്വാഗത ഗാനം ആലപിക്കുന്നതിന് വേണ്ടി ഗായക സംഘത്തെ സ്വാഗതം ചെയ്യുകയാണ്.
ഡിവൈഎഫ്ഐയുടെ കടക്കൽ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സഖാവ് ജോത്സന സുന്ദരേശൻ രചിച്ച ഗാനം സഖാവ് അമർനാഥ് ആലപിച്ചുകൊണ്ടാണ് സ്വാഗതഗാനം ഇവിടെ ആലപിക്കാൻ വേണ്ടി പോകുന്നത്. മണിഞ്ഞ ചോടുറച്ചു പൊരുതിനിന്നവർ ഇക്കരൽ കരുത്തുമായുയർത്തെണീറ്റവർ. നിണമണിഞ്ഞ ചോടുറച്ചു പൊരുതിനിന്നവർ ഇക്കരൽ കരുത്തുമായുയർത്തെണീറ്റവർ. രക്തതാരകം ജ്വലിക്കുമീ വെൺപതാകയിൽ പോയ കാല പോർമുഖങ്ങളത്രയും തെളിഞ്ഞിര. ഇരുളുകൊണ്ടു കാഴ്ചയെ മറച്ച നീതി കാട്ടിയോർക്കു സമരജ്വാല കൊണ്ടു നീതിയാക്കിരമ്പി നൽകിയോ. വിചാരവേല കൊണ്ടു നീതി നന്മ നേരിനെ നിശബ്ദമാക്കുവാനൊരുങ്ങി വാളെടുത്തു വന്നവർ. ആ വിചാരവേല കൊണ്ടു നീതി നന്മ നേരിനെ നിശബ്ദമാക്കുവാനൊരുങ്ങി വാളെടുത്തു വന്നവർ. തുരുമ്പെടുത്ത ചിതലരിച്ച നിങ്ങൾ വാഴും കോട്ടകൾ പോർനിലങ്ങൾ ആശയങ്ങൾ കൊണ്ടു നാം തകർത്തിടും. പോർനിലങ്ങൾ ആശയങ്ങൾ കൊണ്ടു നാം തകർത്തിടും. സഖാക്കളെ 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 ൊട്ടുപോയിടാതുയർത്തെണീറ്റ രക്തസാക്ഷികൾ കാവലായി കരങ്ങളിൽ ജ്വലിച്ചിടുന്നിതാ. തൊട്ടുപോയിടാതുയർത്തെണീറ്റ രക്തസാക്ഷികൾ
കാവലായി കരങ്ങളിൽ ജ്വലിച്ചിരുന്നിതാ. ഒരിക്കലും മറന്നിടാതുയർന്നു കെട്ടുമൊറ്റ രക്തതാരകം ചരിത്രമെഴുതുമീ കടയ്ക്കലിൽ. ഒരിക്കലും മറന്നിടാതുയർന്നു കെട്ടുമൊറ്റ രക്തതാരകം ചരിത്രമെഴുതുമീ കടയ്ക്കലിൽ. വിപ്ലവം തുടിക്കുമീ കടയ്ക്കലിന്റെ മണ്ണിലായി കരുത്തുകൊണ്ടു പാറുമീ പതാകയേന്തി വന്നവർ. വിപ്ലവം തുടിക്കുമീ കടയ്ക്കലിന്റെ മണ്ണിലായി കരുത്തുകൊണ്ടു പാറുമീ പതാകയേന്തി വന്നവർ. യുവത്വമേ ദേശിംഗനാടിൻ യുവത്വമേ, ലാസലാം 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 ലാസലാം. തുടർന്ന് നൃത്താവിഷ്കാരം അവതരിപ്പിക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട സഖാക്കളെ ക്ഷണിക്കുകയാണ്. മൈക്കോ ചേറിൽ പിടഞ്ഞു വീണു, ഉതിരമധു ചേറ്റിൽ കുഴഞ്ഞു ചേർന്നു, വയലിലൊരു കഴുകന്റെ നിഴൽ പരന്നു. ഉദയഗിരി മലകൾ കനിഞ്ഞതല്ല, കടലൊഴിഞ്ഞലവാർന്നുയർന്നതല്ല, മനുജരവർ മുഖത്തിലൊരു മുഖമണിയും മുമ്പേ മനിതരവർ പഴുവിനാൽ തീർത്ത മണ്ണ്. മലയാള മണ്ണ്, ഈ മലയാള മണ്ണ്, പുഴ തടഞ്ഞണ പണിതു കതിരാളർ കൊഴുവിനാലുടലുരുകി ഉഴുതുഴുതു തീർത്ത പൊന്ന്. മലയാള മണ്ണ്, ഈ മലയാള മണ്ണ്, അരിമലകൾ താണ്ടി മുനിവരർ വന്നു, കടലിലൊരു കപ്പലിൻ കൊടി പറന്നു. ജാങ്കികൾ യവനപ്പറങ്കികൾ ചീമർ ചിരിതൂകി വിനയം വിരുന്നു വന്നു. മൂന്നച്ച വിട്ടടി മണ്ണിനായി വന്നവർ മുപ്പായി
പതിച്ചെടുത്തു. ആകാശവും ഭൂമി പാതാളവും പിന്നാറടിച്ചുടലയും തീരെടുത്തു. ആകാശവും ഭൂമി പാതാളവും പിന്നാറടിച്ചുടലയും തീരെടുത്തു. മടയിലവർ അടിയോർ പുതഞ്ഞു ചേർന്നു. മടയുറഞ്ഞുടയോന്റെ മടി നിറഞ്ഞു. ഒരു ജനതയൊന്നായി ചതഞ്ഞരഞ്ഞു. എല്ലാം തകർത്തവർ വീരയോദ്ധാക്കൾ. കുഞ്ഞാലി പഴശി വാരിയം കുന്നൻ തിരിനെഞ്ചു കാട്ടി ചെറുത്തു നിന്നോ. അവർ തീർത്ത ഭൂമിക, അവർ തീർത്ത വേദിക, അവർ കണ്ട സ്വപ്നം ചുവന്ന വാനം. അവർ കണ്ട സ്വപ്നം ചുവന്ന വാനം. അവിടെയൊരു താരകമുദിച്ചുയർന്നു. ഒരു രക്തതാരകം പൊൻതാരകം. ഒരു രക്തതാരകം പൊൻതാരകം പൊൻതാരകം. ഉടയോന്റെ പണ്ടകശാലകൾ തകർക്കാൻ, ഉടമയുടെ ഗർവിന്റെ മുനയൊടിക്കാൻ, ഉടയോന്റെ ചാട്ടയടി തിരികെ കൊടുക്കാൻ, അരജന്റെ കോട്ടകൾ ചാരമാക്കാൻ. ഒരു ജനതയൊന്നായി ഉണർന്നെണീക്കാൻ, ഒരു ജനതയൊന്നായി നയിക്കപ്പെടാൻ. ഒരു രക്തതാരകം പൊൻതാരകം, ഒരു നവ്യതാരകം ധ്രുവതാരകം. ഒരു രക്തതാരകം പൊൻതാരകം, ഒരു നവ്യതാരകം ധ്രുവതാരകം. സഹാക്കളെ, രക്തസാക്ഷി പ്രമേയം അവതരിപ്പിക്കുന്നതിനു വേണ്ടി ഡിവൈഎഫ്ഐയുടെ ജില്ലാ ജോയിന്റ് സെക്രട്ടറി സഖാവ് എം ഹരികൃഷ്ണനെ ക്ഷണിക്കുകയാണ്. രക്തസാക്ഷി പ്രമേയം. രക്തസാക്ഷികൾ സമരതീഷ്ണമായ പോർമുഖങ്ങൾക്ക് സ്വജീവൻ ദാനം കൊടുത്തവർ. അവർ കാലാതീതരായി തളർത്തുകൊണ്ടേയിരിക്കുന്നു. അവരുടെ ഹൃദയമിടുപ്പിൻ്റെ ഇടമുഴക്കങ്ങളിലാണ് പ്രഭാതങ്ങൾ ഉണർന്നെഴുന്നേൽക്കുന്നത്. അവരുടെ കരളുറപ്പിൻ്റെ കടലിരമ്പങ്ങളിലാണ് കാലം പോർമുഖങ്ങൾ തീർക്കുന്നത്. അവരുടെ രക്തനാടികളിൽ നിന്നാണ് നാളെയുടെ ഞാണൊലികൾ ഉയരുന്നത്. അവർ ഇന്നിൻ്റെ ആകാശങ്ങളിൽ ലക്ഷ്യബോധത്തിൻ്റെ മിന്നൽ പിണരുകൾ തീർക്കുന്നു. അവർ കൊളുത്തിയ വിപ്ലവജ്വാലയാണ് യുഗങ്ങൾക്ക് വഴികാട്ടുന്നത്. രക്തസാക്ഷികൾ മരണമില്ലാത്ത സമരകാഹങ്ങളാണ്. അവർ ചരിത്രത്തിൻ്റെ വഴിയിടങ്ങളിലെ കെടാവിളക്കുകളാണ്. അവരിൽ നിന്നാണ് സമരതീഷ്ണമായ ഇന്നലകളുടെ ഊർജം കുത്തിയൊഴുകുന്നത്. അവരുടെ എരിഞ്ഞു കത്തുന്ന കണ്ണുകളിൽ നിന്നും വർഗീയതയുടെ ദുശാസന കൂട്ടങ്ങൾക്കുമേൽ അഗ്നിമഴ പെയ്തിറങ്ങുന്നു. അവരുടെ ശ്വാസനാളം കൊടുങ്കാറ്റായി ഭരണവർഗ നിർഗേടുകൾക്കുമേൽ വീശിയടിക്കുന്നു. അവർ ചുവർന്ന താരകങ്ങളായി പോർമുഖങ്ങൾക്ക് വെളിച്ചം പകരുന്നു. രക്തസാക്ഷി കെട്ടടങ്ങാത്ത സമരജ്വാലയെ കാട്ടുതീയായി പടർത്തിയോർ. പ്രിയരെ, നിങ്ങളിൽ നിന്നും കൊളുത്തിയതാണ് ഞങ്ങളിൽ നിറയുന്ന വാക്കും വെളിച്ചവും. നിങ്ങൾ ഉയർത്തിപ്പിടിച്ച കൊടിയാണ് നാളെയുടെ പതാകയും പ്രതീക്ഷയും. നിങ്ങൾ വിളിച്ച മുദ്രാവാക്യങ്ങളിലാണ് ചുവന്നു പൊങ്ങുന്ന സൂര്യൻ്റെ വരവേൽപ്പ്. ഹൃദയരക്തം വാർന്നൊഴുകുമ്പോഴും പോരാട്ടഭൂമിയിൽ കരുത്തിൻ്റെ മഹാപർവ്വതം തീർത്തവർ. ഒരു പുതുയുഗ പിറവിക്കായി ആത്മത്യാഗത്തിൻ്റെ ഇതിഹാസം രചിച്ചവർ. ധീര രക്തസാക്ഷികളുടെ നിണമുണങ്ങാത്ത സ്മരണകൾക്ക് മുൻപിൽ ഡിവൈഎഫ്ഐ കൊല്ലം ജില്ലാ സമ്മേളനം രക്തപുഷ്പങ്ങൾ ചാർത്തുന്നു. ധീരസഖാക്കളെ ലാൽസലാം. അനുശോചന പ്രമേയമാണ്. അനുശോചന പ്രമേയം അവതരിപ്പിക്കുന്നതിനു വേണ്ടി ഡിവൈഎഫ്ഐയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് സഖാവ് എം.എസ്. ശബരിനാഥിനെ ക്ഷണിക്കുകയാണ്. അനുശോചന പ്രമേയം. സമ്മേളന കാലയളവിൽ
സമൂഹത്തിന്റെ നാനാ മേഖലകളിലും വ്യക്തിമുദ്ര പതിപ്പിച്ച നിരവധി വിശിഷ്ട വ്യക്തികൾ നമ്മളെ വിട്ടുപിരിഞ്ഞിട്ടുണ്ട്. കൂത്തുപറമ്പിലെ സമരപോരാളിയും ഡിവൈഎഫ്ഐയുടെ പോരാട്ടത്തിന്റെ കരുത്തുമായിരുന്ന സഖാവ് പുതുക്കുടി പുഷ്പൻ, പാലക്കാട്ട് RSSുകാർ വെട്ടിക്കൊലപ്പെടുത്തിയ സഖാവ് ഷാജഹാൻ, പത്തനംതിട്ട പെരുന്നാട് RSSുകാർ കൊലപ്പെടുത്തിയ സഖാവ് ജിതിൻ, CPIM മുൻ ജനറൽ സെക്രട്ടറിയും രാജ്യത്ത് ഇടതുപക്ഷത്തിന്റെ ശബ്ദവുമായിരുന്ന സഖാവ് സീതാറാം യെച്ചൂരി, പുന്നപ്ര വയലാർ സമരനായകനും കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന സഖാവ് VS അച്യുതാനന്ദൻ, ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ തലമുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് സഖാവ് N ശങ്കരയ്യ, CPIM മുൻ സംസ്ഥാന സെക്രട്ടറിയും കേരളത്തിന്റെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ മുഖവുമായിരുന്ന സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ, CPIM നേതാക്കളായിരുന്ന സഖാവ് ആനത്തലവട്ടം ആനന്ദൻ, വസുദേവ് ആചാര്യ, MM ലോറൻസ്, EN മോഹൻദാസ്, മുൻ കൊയിലാണ്ടി MLA ആയിരുന്ന കാനത്തിൽ ജമീല, കൊല്ലം ജില്ലയിലെ CPM നേതാക്കളായിരുന്ന സഖാവ് R സഹദേവൻ, S പ്രകാശ്, മീരാപിള്ള, D ബാലചന്ദ്രൻ തുടങ്ങിയവർ ഈ സമ്മേളന കാലയളവിലാണ് നമ്മളെ വിട്ടുപിരിഞ്ഞത്. DYFI പ്രഥമ അഖിലേന്ത്യാ ട്രഷററായിരുന്ന സഖാവ് സുന്ദിത് ചോപ്ര, DYFI മുൻ ജില്ലാ പ്രസിഡന്റ് മോഹൻകുമാർ, DYFI മുൻ ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VV ശശീന്ദ്രൻ, DYFI രൂപീകരണ സമ്മേളനത്തിൽ പങ്കെടുത്ത കൊല്ലം ജില്ലയിൽ നിന്നുള്ള വനിതാ സഖാവ് PK ശ്യാമള, സംസ്ഥാന പ്രസിഡന്റായിരുന്ന TP ദാസൻ, DYFI മുൻ കേന്ദ്ര കമ്മിറ്റി അംഗം MV റസൽ, DYFI മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റും MLAയുമായിരുന്ന ബാബു M പാലിശ്ശേരി, DYFI ആലപ്പുഴ ജില്ലാ വൈസ് പ്രസിഡന്റായിരുന്ന M രജീഷ്, നെടുവത്തൂർ ബ്ലോക്ക് കമ്മിറ്റി അംഗമായിരുന്ന സഖാവ് അനഘ പ്രകാശ്, ചടയമംഗലം ബ്ലോക്കിലെ വിളനല്ലൂർ ഈസ്റ്റ് മേഖലാ സെക്രട്ടറിയായിരുന്ന സഖാവ് ജതീഷ്, കുണ്ട്ര ബ്ലോക്കിലെ ചെറുമൂട് മേഖലാ സെക്രട്ടറിയായിരുന്ന കാർത്തിക് രാജ്, വാഹനാപകടത്തിൽ മസ്തിഷ്ക മരണം സംഭവിച്ച് അവയവങ്ങൾ ദാനം ചെയ്ത വിട പറഞ്ഞ പത്തനാപുരം ബ്ലോക്കിലെ വളവുകോട് യൂണിറ്റ് മുൻ പ്രസിഡന്റ് സഖാവ് ഐസക് ജോർജ്, നെടുവത്തൂർ ബ്ലോക്കിലെ നെടുവത്തൂർ മേഖലാ കമ്മിറ്റി അംഗം സഖാവ് അഖില, കുണ്ട്ര ബ്ലോക്കിലെ കൊറ്റക്കര മേഖലാ കമ്മിറ്റി അംഗം ഷിജു പ്രഭാകർ, കൊട്ടാരക്കര ബ്ലോക്കിലെ പാത്തല യൂണിറ്റ് പ്രസിഡന്റ് സഖാവ് അനന്തു, പുനലൂർ ബ്ലോക്കിലെ കരവാളൂർ ഈസ്റ്റ് മേഖലാ കമ്മിറ്റി അംഗം സിജോ, കടക്കൽ ബ്ലോക്കിലെ ചിതറ മേഖലാ കമ്മിറ്റിയിലെ മുൻ പ്രസിഡന്റ് സഖാവ് അനീസ് റഹ്മാൻ, രക്തസാക്ഷി ശ്രീരാജിന്റെ പിതാവ് രാജേന്ദ്രൻ, രക്തസാക്ഷി അജയപ്രസാദിന്റെ പിതാവ് ശ്യാമപ്രസാദ്, രക്തസാക്ഷി ശ്രീകുമാറിന്റെ മാതാവ് ഗോമതി അമ്മ, കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ പരിശോധനയ്ക്കെത്തിയ പ്രതിയുടെ കുത്തേറ്റു മരിച്ച ഡോക്ടർ വന്ദനാദാസ്, മുതിർന്ന അഭിഭാഷകൻ പാരിപ്പള്ളി രവീന്ദ്രൻ, അഞ്ചരക്കണ്ടി കോളേജിൽ ജാതി വിവേചനത്തെ തുടർന്ന് മരണപ്പെട്ട നിതിൻ രാജ് എന്നിവരും ഈ സമ്മേളന കാലയളവിൽ നമ്മളെ വിട്ടുപിരിഞ്ഞു. ഗുജറാത്ത് വംശഹത്യക്കെതിരെ പോരാടിയ സാക്കിയ ജെഫ്രി, വിപ്ലവ ഗായകൻ ഗദ്ദാർ, ചെഗുവേരയുടെ മകൻ കാമിലോ ഗുവേര, ഫ്രഞ്ച് ചലച്ചിത്ര സംവിധായകൻ ഗോദർദ്, ഫ്രഞ്ച് സാഹിത്യകാരൻ ഡൊമിനിക് ലാപ്പിയർ, ഫുട്ബോൾ ഇതിഹാസം പെലെ, ലോക പ്രശസ്ത ഫുട്ബോൾ താരങ്ങളായ ഡിയാഗോ ജോട്ടോ, ആന്ത്രോസ് ബ്രഹ്മെ, സാഹിത്യകാരൻ മിലൻ കുന്ദേര, പ്രശസ്ത സംവിധായകൻ ശ്യാം ബെനഗൽ, മാർക്സിസ്റ്റ് പോരാളിയും ഉറുഗ്വേൻ മുൻ പ്രസിഡന്റുമായിരുന്ന ഹോസെ മുഹിക, പ്രശസ്ത ഗായകൻ സുബീർ ഗാർഗിൻ, ധവള വിപ്ലവത്തിന്റെ പിതാവ് ഡോക്ടർ MS സ്വാമിനാഥൻ, ഒളിമ്പിക്സ് മെഡൽ നേടിയ ആദ്യ മലയാളി മാനുവൽ ഫെഡറിക്, ISRO മുൻ ചെയർമാനും ശാസ്ത്രജ്ഞനുമായിരുന്ന ഡോക്ടർ കസ്തൂരി രംഗൻ, പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ ഡോക്ടർ മാധവ് ഗാഡ്ഗിൽ, പ്രശസ്ത ഫോട്ടോഗ്രാഫർ രഘുറായി, സുപ്രീം കോടതി ആദ്യ വനിതാ ജഡ്ജി ഫാത്തിമ ബീവി, അറ്റ്ലസ് ഗ്രൂപ്പ് ചെയർമാനായിരുന്ന അറ്റ്ലസ് രാമചന്ദ്രൻ, സ്കേറ്റിംഗിനിടെ മരണപ്പെട്ട അനസ് അജാസ്, ഷൂട്ടിംഗ് പരിശീലനായ ജോണാചാര്യ, പ്രൊഫസർ സണ്ണി തോമസ്, തൊഴിലിടത്തിലെ പീഡനത്തെ തുടർന്ന് മരണപ്പെട്ട അന്ന സെബസ്റ്റ്യൻ എന്നിവരും ഈ സമ്മേളന കാലയളവിലാണ് നമ്മളെ വിട്ടുപിരിഞ്ഞത്. മുൻ മന്ത്രിമാരായിരുന്ന T ശിവദാസ മേനോൻ, മുൻ കേന്ദ്രമന്ത്രിയും RJD നേതാവുമായ ശരത് യാദവ്, മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ്, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, മുൻ മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞ്, മുൻ MLA പുനലൂർ മധു, CPI നേതാവും മുൻ MLAയുമായിരുന്ന R രാമചന്ദ്രൻ, പീരുമേട് MLA ആയിരുന്ന വാഴൂർ സോമൻ, CPI മുൻ ദേശീയ സെക്രട്ടറി സുധാകർ റെഡ്ഡി, CPIയുടെ തലമുതിർന്ന നേതാവ് R നല്ലകണ്ണ്, കോൺഗ്രസ് നേതാക്കളായിരുന്ന സതീശൻ പാച്ചേനി, PP തങ്കച്ചൻ എന്നിവരും ഈ കാലയളവിൽ നമ്മളെ വിട്ടുപിരിഞ്ഞു. ബോളിവുഡ് ഗായകൻ കൃഷ്ണകുമാർ കുന്നത്ത്, ഗായകനായിരുന്ന ആശാ ഫോസ്ലെ, KG ജയൻ, P ജയചന്ദ്രൻ, വ്യവസായി അച്ചാണി രവി, വീരമൃത്യു മരിച്ച സൈനികരായിട്ടുള്ള സൂരജ്, അബ്ദുൾ ഹക്കീം, വിശാഖ്, പ്രശസ്ത എഴുത്തുകാരായിട്ടുള്ള MD വാസുദേവൻ നായർ,
MK സാനുമാഷ്, സുരേഷ് മേപ്പയ്യൂർ, സാറ തോമസ്, കുഞ്ഞാമൻ, KM സലീംകുമാർ, സാഹിത്യകാരൻ D ദയാനന്ദൻ, P വത്സല, മാധ്യമപ്രവർത്തകരായ ഫാ സുരേന്ദ്രബാബു, വിപിൻ ചന്ദ്രൻ, തബല വിദ്വാൻ സക്കീർ ഹുസൈൻ, കഥാകൃത്ത് SV വേണുഗോപാൽ നായർ, തിരക്കഥാകൃത്ത് ഹരികുമാർ, ചരിത്രകാരൻ ഡോക്ടർ MGS നാരായണൻ, ചിത്രകാരന്മാരായിട്ടുള്ള KC ചിത്രഭാനു, ആർട്ടിസ്റ്റ് നമ്പൂതിരി എന്നിവരും ഈ കാലയളവിലാണ് നമ്മളെ വിട്ടുപിരിഞ്ഞത്. DYFI ജില്ലാ പ്രസിഡന്റ് TR ശ്രീനാഥിന്റെ പിതാവ് രാധാകൃഷ്ണപിള്ള, ജില്ലാ ട്രഷറർ ഷബീറിന്റെ പിതാവ് മുഹമ്മദ് ഷറഫുദ്ദീൻ കോയ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ U പവിത്രയുടെ പിതാവ് ജനാർദ്ദനൻ പോറ്റി, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ അഭിമന്യുവിന്റെ മാതാവ് ഗിരിജാകുമാർ, അൻസറിന്റെ പിതാവ് മുഹമ്മദ് ഹനീഫ, V മിഥുന്റെ മാതാവ് ഗീത, സൂരജിന്റെ പിതാവ് D സുരേന്ദ്രൻ, ചടയമംഗലം ബ്ലോക്ക് പ്രസിഡന്റ് അരവിന്ദിന്റെ പിതാവ് ശങ്കരൻ നായർ, കടക്കി ബ്ലോക്ക് പ്രസിഡന്റായിരുന്ന ഷിജിയുടെ പിതാവ് വാമദേവൻ എന്നിവരും ഈ കാലയളവിലാണ് നമ്മളെ വിട്ടുപിരിഞ്ഞത്. സാമൂഹിക ചിന്തകൻ ഡോക്ടർ KN പണിക്കർ, സാമൂഹിക പ്രവർത്തകരായിട്ടുള്ള പ്രൊഫസർ CR ഓമനക്കുട്ടൻ, മേരി റോയി, KK കൊച്ച്, സാക്ഷരതാ പ്രവർത്തക പത്മശ്രീ KV റാബിയ, ഗാനരചയിതാവ് BR പ്രസാദ്, മൃദംഗ വിദ്വാൻ കാരേക്കുടി R മണി, കാർട്ടൂണിസ്റ്റ് സുകുമാർ, നാടക അഭിനേതാവ് CV ദേവ്, സിനിമാ അഭിനേതാക്കളായ ഇന്നസെന്റ്, സുബി സുരേഷ്, മൂപ്പൻ കേളു, മാമു കോയ, കസാൻ ഖാൻ, കൊല്ലം സുധി, ശരത് ബാബു, പൂജപ്പുര രവി, കൈലാസ് നാഥ്, കലാഫൻ ഹനീഫ്, കനകരഥ, കലാഫൻ നവാസ്, ഷാനവാസ്, ശ്രീനിവാസൻ, EA രാജേന്ദ്രൻ, സന്തോഷ്, സലീംകുമാർ, ചലച്ചിത്ര സംവിധായകരായിട്ടുള്ള സിദ്ദീഖ്, KG ജോർജ്, സംഗീത് ശിവൻ, ഷാഫി, ഷാജി M കരുൺ എന്നിവരും ഈ കാലയളവിൽ നമ്മളെ വിട്ടുപിരിഞ്ഞു. ലോകത്തെമ്പാടും നടക്കുന്ന വിവിധ ജനാധിപത്യ പ്രക്ഷോഭങ്ങളിൽ മരിച്ചവർ, പ്രകൃതിക്ഷോഭങ്ങളിൽ മരിച്ചവർ, മലപ്പുറത്ത് താനൂരിൽ ബോട്ടപകടത്തിൽ മരിച്ചവർ, കുസാറ്റ് യൂണിവേഴ്സിറ്റിയിൽ അപകടത്തിൽ മരിച്ച വിദ്യാർത്ഥികൾ, വയനാട് ഉരുൾപൊട്ടലിൽ മരിച്ചവർ, ബാംഗ്ലൂരിൽ IPL വിക്ടറി റാലിക്കിടെ മരിച്ചവർ, രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന വർഗീയ വംശീയ കലാപങ്ങളിൽ മരിച്ചവർ, ഗാസയിൽ ഇസ്രയേൽ ഭരണകൂടം കൊലപ്പെടുത്തിയവർ തുടങ്ങി ഈ സമ്മേളന കാലയളവിൽ നമ്മളെ വിട്ടുപിരിഞ്ഞ അറിയപ്പെടുന്നവരും അറിയപ്പെടാത്തവരുമായ എല്ലാവരുടെയും വേർപാടിൽ DYFI കൊല്ലം ജില്ലാ സമ്മേളനം അഗാധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുന്നു. സമ്മേളനത്തിന് സ്വാഗതം പറയുന്നതിനു വേണ്ടി സംഘാടക സമിതിയുടെ ചെയർമാൻ സഖാവ് V സുബ്ബലാലിനെ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. എത്രയും പ്രിയപ്പെട്ട സഖാക്കളെ, നേതാക്കളെ, ആവേശം തുളുമ്പുന്ന ഈ സമ്മേളനത്തിന്റെ താൽക്കാലിക അധ്യക്ഷനായിരിക്കുന്ന പ്രിയപ്പെട്ട DYFI കൊല്ലം ജില്ലാ പ്രസിഡന്റ് സർ TR ശ്രീനാഥ്, ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്ന DYFIയുടെ സംസ്ഥാന സെക്രട്ടറി സർ VK സനോജ് MLA, ജില്ലാ സെക്രട്ടറി സർ ശ്യാമോഹൻ, കൂടാതെ ഈ വേദിയിലിരിക്കുന്ന DYFIയുടെയും വർഗ ബഹുജന സംഘടനകളുടെയും പാർട്ടിയുടെയും നേതാക്കന്മാരെ, വിവിധ ഏരിയയിൽ നിന്നും ആവേശപൂർവ്വം എത്തിച്ചേർന്ന പ്രതിനിധി സഖാക്കളെ, 1997 ശേഷം DYFI ആദ്യമായാണ് കടക്കലിന്റെ ചുവന്ന മണ്ണിൽ ആതിഥ്യമരുളുന്നത്. ഇത് ഒരു നിയോഗം പോലെയാണ് ഈ സമ്മേളനത്തെ ഏറ്റെടുക്കുകയും വിജയിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുള്ളത്. ഒരുപാട് പരിമിതികൾ ഉള്ള കാലഘട്ടത്തിലാണ് ഞങ്ങൾ ഒന്നടങ്കം ഈ സമ്മേളനത്തെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയിട്ടുള്ളത്. വലതുപക്ഷ വർഗീയ രാഷ്ട്രീയ ശക്തികളും ഈ സമൂഹത്തെ ഒന്നടങ്ങ് കാർന്നു തിന്നുന്നതിന് തയ്യാറെടുത്ത് നിൽക്കുകയും പദ്ധതികൾ നടപ്പിലാക്കുകയും ചെയ്യുന്ന ഈ ദുഷിച്ച കാലഘട്ടത്തിൽ നേരിന്റെ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാനും അതിലേക്ക് വേണ്ടിയുള്ള തീരുമാനങ്ങൾ ചർച്ച ചെയ്ത് സംഘടനാ തീരുമാനമാക്കി മാറ്റുവാനും സമ്മതിച്ചിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുടെയും ഞാൻ സഹസംഘത്തിനു വേണ്ടി ഒറ്റവാക്കിൽ അഭിവാദ്യം ചെയ്യുകയാണ്. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനും CPയുടെ കിരാത വാഴ്ചയ്ക്കുമെതിരെ
1938 തിരുവിതാംകൂറിലെ ആദ്യ കർഷക കലാഭൂമിയായ ഇവിടെയാണ് നമ്മൾ ഒത്തുചേർന്നിരിക്കുന്നത്. നമ്മുടെ നാടിന്റെ പാരമ്പര്യവും നമ്മുടെ നാടിന്റെ വർത്തമാനവും ഇടതുപക്ഷ ചേരിയിലേക്ക് നാടിനെ അടുപ്പിക്കുന്നതിലേക്കും ഇടതുപക്ഷ ചേരിക്ക് എതിരായ എല്ലാ അപവാദ പ്രചരണങ്ങളെയും പദ്ധതികളെയും തടുക്കുന്നതിനും ഒരു യുവതയെ സമരസജ്ജമാക്കുക എന്ന ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന ഈ സമ്മേളനത്തെ ഗൗരവതരമായി കാണുകയും പ്രവർത്തിക്കുകയുമാണ് ചെയ്യുന്നത്. ഈ സമ്മേളനത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള സമ്പത്തടക്കമുള്ള മുഴുവൻ പ്രവർത്തനങ്ങളും കഴിഞ്ഞ 1.5 മാസക്കാലമായി ഡിവൈഎഫ്ഐയുടെ 153 യൂണിറ്റ് സംഘാടക സമിതിയും വളരെ സജീവമായി പ്രവർത്തിച്ചു. വിവിധ കലാപരിപാടികളും സാംസ്കാരിക പരിപാടികളും സംഘടിപ്പിച്ചുകൊണ്ടാണ് ഓരോ ദിനവും ഈ സംഘടനാ പ്രവർത്തനം ഏറ്റെടുക്കുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിച്ചത്. ഈ നാട്ടിലെ യുവാക്കളും വിദ്യാർത്ഥികൾ ഇടതുപക്ഷത്തെ പ്രത്യേകം ശ്രദ്ധിച്ചത് ഈ നാട്ടിലെ യുവാക്കളും വിദ്യാർത്ഥികളും ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്ന മുഴുവൻ പേരും എല്ലാ പരിപാടികളിലും പങ്കാളികളാവുകയും ഡിവൈഎഫ്ഐ സമ്മേളനത്തെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങുകയുമാണ് ചെയ്തിട്ടുള്ളത്. ഈ നാടിനെ ആകമാനം ഡിവൈഎഫ്ഐ സമ്മേളനത്തിന്റെ ഭാഗമാക്കുന്നതിനും ഈ നാട്ടിലെ ഓരോ വീടിനെയും സമ്മേളനത്തിന്റെ പങ്കാളിയാക്കുന്നതിനും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇന്നും നാളെയും നടക്കുന്ന പ്രതി സമ്മേളനം കഴിഞ്ഞാൽ സർവീസ് അച്യുതാനന്ദൻ നഗറിൽ ബസ് സ്റ്റാൻഡ് മൈതാനം കിടക്കൽ നടക്കുന്ന പൊതുസമ്മേളനത്തെ ഇന്നാട്ടിലെ മുഴുവൻ യുവാക്കളെയും ബഹുജനങ്ങളെയും പങ്കെടുപ്പിക്കുന്നതിൽ ഇപ്പോഴും നാം സദാ മുഴുകിക്കൊണ്ടിരിക്കുകയാണ്. 4-ാം തീയതി നടക്കുന്ന സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് മുൻ ആരോഗ്യമന്ത്രിയും പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗമായ ശൈലജ ടീച്ചറാണ്. ഈ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിയ പ്രതിനിധികൾക്ക് ഭാവിയിലെ സമരസംഘടനാ പ്രവർത്തനം നന്നായി ഏറ്റെടുക്കുന്നതിന് കഴിയുന്ന തരത്തിൽ ആവേശപൂർവമായ സമ്മേളനം ഞങ്ങൾ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കുകയാണ്. അത്തരത്തിൽ ഈ സമ്മേളനത്തിൽ വേണ്ട ചർച്ചകളും സമ്മേളനത്തിലെ സംഘടനാ തീരുമാനങ്ങളും മാറണമെന്നും കടക്കൽ നാട് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ഈ സമ്മേളനത്തിൽ എല്ലാ സൗകര്യം ഒരുക്കുന്നതിൽ സഹസംഘം പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഏതെങ്കിലും പോരായ്മകളും കുറവുകളും ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കുന്ന മുറയ്ക്ക് ആവശ്യപ്പെടുന്ന മുറയ്ക്കും അക്കാര്യത്തിൽ ഞങ്ങൾ പരിഹരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുമെന്നും പറഞ്ഞുകൊണ്ട് എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ആദ്യമായി സ്വാഗതം ആശംസിക്കേണ്ടത് നമ്മുടെ താൽക്കാലിക അധ്യക്ഷനായിരിക്കുന്ന ഡിവൈഎഫ്ഐയുടെ ജില്ലാ പ്രസിഡന്റ് ടി.ആർ. ശ്രീനാഥനാണ്. ശ്രീനാഥനെ സംഘാടക സമിതിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഡിവൈഎഫ്ഐയുടെ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് സൗ വി കെ സനോജ് MLA ആണ്, സംസ്ഥാന സെക്രട്ടറി. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയും മുൻ സംസ്ഥാന ട്രഷററുമായ S. സുദേവനെ അവരുടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സംസ്ഥാന പ്രസിഡന്റ് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് വി. വസീഫിനെ അവരുടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സംസ്ഥാന ട്രഷറർ അരുൺ ബാബുവിനെ സംഘാടക സമിതിക്ക് വേണ്ടി അവരുടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡിവൈഎഫ്ഐയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം ചിന്താ ജോർജിനെ അവരുടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡിവൈഎഫ്ഐയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം ഷിജു ഖാൻ, ഡിവൈഎഫ്ഐയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം ആർ. രാഹുൽ, ഡിവൈഎഫ്ഐയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം എം. ഷാജിർ, ഡിവൈഎഫ്ഐയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം ആർ. ശ്യാമ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ, ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർമാർ, CPM ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ S. വിക്രമൻ, CPM ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ സേതുമാധവൻ, ഡിവൈഎഫ്ഐയുടെ മുൻ സംസ്ഥാന കമ്മിറ്റി അംഗവും CPIM-ന്റെ ജില്ലാ സെക്രട്ടറിയായ M. നസീർ, അതുപോലെ ഈ വിവിധ ഏരിയകളിൽ നിന്നെത്തിയിട്ടുള്ള പ്രതിനിധികളെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. തുടർന്ന് നമ്മുടെ സ്വാഗതഗാനം ആലപിച്ച അമർനാഥിനെ സ്വാഗതം ചെയ്യുന്നു. നൃത്തശില്പം അവതരിപ്പിച്ച SFIയുടെ സഹകൾക്ക് പ്രത്യേകം സ്വാഗതം ആശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ
ഈ 1.5 മാസക്കാലമായി ഈ സമ്മേളനം വിജയിപ്പിക്കുന്ന ആവശ്യമായ സംഘടന പ്രവർത്തനം നടത്തിയ മുഴുവൻ നമ്മുടെ ഡിവൈഎഫ്ഐ സഹാക്കളെയും ബഹുജനങ്ങളെയും സ്വാഗതം ചെയ്യുകയാണ്. അതുകൊണ്ട് നമുക്ക് ഓഡിറ്റോറിയം തന്നു സഹായിച്ചത് നമ്മുടെ ഗാഗോ അനിയാണ്. അദ്ദേഹത്തെ നമ്മൾ പ്രത്യേകം സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഈ സമ്മേളനത്തിന്റെ മുഴുവൻ പ്രവർത്തനങ്ങൾക്കും നേതൃത്വമായി പങ്കുവയ്ക്കുകയും അതുപോലെ തന്നെ എല്ലാ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ സഹായിക്കുകയും ചെയ്തിട്ടുള്ള പത്രപ്രവർത്തകർ അടക്കമുള്ള മീഡിയ പ്രവർത്തകർ അടക്കമുള്ളവരെ മുഴുവൻ പേരെയും ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് ലാൽ സലാം. നമ്മുടെ സമ്മേളനം ഇവിടെ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് VK സനോജ് MLA ആണ്. ഈ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി സഖാവിനെ ഏറെ സ്നേഹത്തോടുകൂടി ക്ഷണിക്കുകയാണ്. ഈ സമ്മേളനത്തിന്റെ പ്രിയപ്പെട്ട അധ്യക്ഷൻ കൊല്ലം ജില്ലാ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ശ്രീനാഥ്, വേദിയിലുള്ള പുരോഗമന പ്രസ്ഥാനത്തിന്റെ നേതാവും മുൻ ഡിവൈഎഫ്ഐ സംസ്ഥാന നേതാവ് കൂടിയായിട്ടുള്ള സഖാവ് സുദേവൻ, ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന നേതാക്കൾ, സ്വാഗത സംഘത്തിന്റെ ഭാരവാഹികൾ, ഈ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന വിവിധ ബ്ലോക്കുകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധി സഖാക്കൾ, മാധ്യമപ്രവർത്തകർ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഡിവൈഎഫ്ഐയുടെ 16ാമത് സംസ്ഥാന സമ്മേളനം തൃശൂർ ജില്ലയിൽ വെച്ച് ആഗസ്റ്റ് മാസം 19 മുതൽ 22 വരെ ചേരുകയാണ്. തുടർന്ന് അഖിലേന്ത്യാ സമ്മേളനം ഉൾപ്പെടെ നടക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ജില്ലാ സമ്മേളനം ഇവിടെ ചേരുന്നത്. ഒരു യുവജന സംഘടന എന്ന നിലയിൽ മറ്റ് സംഘടനകളിൽ നിന്നും വ്യത്യസ്തമായി നല്ല ജനാധിപത്യ ഉള്ളടക്കത്തോടുകൂടി യൂണിറ്റ് മുതൽ അഖിലേന്ത്യാ തലം വരെ സമ്മേളനങ്ങൾ ചേർന്ന് അതിന്റെ കമ്മിറ്റിയെയും ഭാരവാഹികളെയും തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഡിവൈഎഫ്ഐ എല്ലാ കാലത്തും ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിൽ ധാരാളം ഇതുപോലെയുള്ള യുവജന സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട്. അവരെല്ലാം ഏത് രൂപത്തിലാണ് അവരുടെ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുന്നത് നമുക്കറിയാം. അതെല്ലാം മുകളിൽ നിന്ന് താഴോട്ട് നോമിനേറ്റ് ചെയ്യപ്പെടുന്ന ഭാരവാഹികൾ നമ്മൾ കണ്ടു. പിന്നീട് ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ ചില സംഘടനകൾ അതിന് നേതൃത്വം പിടിക്കാൻ വേണ്ടി വ്യാജ ID കാർഡ് ഉൾപ്പെടെ തയ്യാറാക്കി കേസിന്റെ എല്ലാം ഭാഗമായി കോടതി കയറി ഇറങ്ങുന്ന കാഴ്ചയെല്ലാം നമ്മൾ കാണുകയാണ്. അവിടെയാണ് ഡിവൈഎഫ്ഐ അതിന്റെ യൂണിറ്റ് മുതൽ മേൽപോട്ടുള്ള സമ്മേളനങ്ങൾ വളരെ അച്ചടക്കത്തോടുകൂടി എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും സമഗ്രമായി അപഗ്രഥിച്ചും പിശകുകൾ തിരുത്തിയും അത് ചൂണ്ടിക്കാണിച്ചും സ്വയം വിമർശനം നടത്തിയും ഭാവി പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ പദ്ധതികൾ ആവിഷ്കരിച്ചും മുന്നോട്ട് പോകുന്നത്. ഈ മഹാപ്രസ്ഥാനം രൂപീകരിക്കുന്നത് 1980-ലാണ് നമുക്കറിയാം. 80-കൾക്ക് മുന്നെയും നിരവധി യുവജന പ്രസ്ഥാനങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ദേശീയ പ്രസ്ഥാനത്തിന്റെ എല്ലാം ഉജ്ജ്വലമായ സമരത്തിന്റെ നാളുകളിൽ ആ ദേശീയ പ്രസ്ഥാനത്തിൽ നിന്നും ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് ചില സംഘടനകൾ ഉണ്ടായിട്ടുണ്ട്. ആ ദേശീയ സ്വാതന്ത്ര്യ സമരം ഇവിടെ നടക്കുന്ന സാഹചര്യത്തിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായിട്ടുള്ള ആവേശകരമായ അനുഭവത്തെ മുൻനിർത്തി വിവിധ പ്രസ്ഥാനങ്ങൾ നമ്മുടെ രാജ്യത്ത് ഉണ്ടായി. അതിലേറ്റവും പ്രധാനപ്പെട്ട യുവജനങ്ങളെ ആകെ ആവേശപ്പെടുത്തിയ ഒരനുഭവം
1917 മഹത്തായ റഷ്യൻ വിപ്ലവം തന്നെയാണ്. ആ റഷ്യൻ വിപ്ലവത്തിന്റെ ആവേശം ഉൾക്കൊണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ, യുവജന പ്രസ്ഥാനങ്ങൾ, തൊഴിലാളി പ്രസ്ഥാനങ്ങൾ, കർഷക പ്രസ്ഥാനങ്ങൾ, കർഷക തൊഴിലാളി പ്രസ്ഥാനങ്ങൾ, സാംസ്കാരികമായ മുന്നേറ്റം, അതിൻ്റെ എല്ലാം നിരവധി ചരിത്രം നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇപ്പൊ ഡിവൈഎഫ്ഐ രൂപീകരണത്തിന് മുന്നേ ഇത്തരമൊരു പശ്ചാത്തലത്തിൽ വിവിധ യുവജന സംഘടനകളുടെ രൂപീകരണവും അതിന്റെ പ്രവർത്തനവുമെല്ലാം ഇന്ത്യയിലെ യുവജന പ്രസ്ഥാനത്തിന്റെ ചരിത്രം നോക്കിയാൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഭഗത് സിംഗിന്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള നിരവധി ഇടപെടലുകൾ, അഭിനവ ഭാരത് യുവസംഘം എന്ന പേരിൽ നമ്മുടെ ഈ കേരളത്തിൽ വടക്കേറ്റത്ത് സഖാവ് എ.ബി. കുഞ്ഞമ്പൂരിന്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള ഇടപെടൽ ഇതിന്റെ എല്ലാം ചരിത്രത്തിന്റെ ഭാഗമാണ്. ഇങ്ങനെ ചെറുതും വലുതുമായിട്ടുള്ള നിരവധി പ്രസ്ഥാനങ്ങൾ രൂപം കൊണ്ടു. തുടർന്ന് KSYF പോലെയുള്ള കുറെ കൂടി സംസ്ഥാനത്താകെ സ്വാധീനമുള്ള രൂപത്തിലുള്ള യുവജന പ്രസ്ഥാനങ്ങൾ പിന്നീട് ഉണ്ടായി. 80കളോടെ പ്രത്യേകിച്ച് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം എന്തുകൊണ്ട് ഈ രാജ്യത്തെ യുവജനങ്ങളെല്ലാം ചേർത്തുകൊണ്ട് ഒരു ശക്തമായ യുവജന പ്രസ്ഥാനം ഉണ്ടാക്കിക്കൂടാ എന്നൊരാലോചന പൊതുവിലുണ്ടായി. ആ ആലോചനയുടെ ഭാഗമായിട്ടാണ് ഒരു പ്രിപ്പറേറ്ററി കമ്മിറ്റി രൂപീകരിക്കുകയും കേരളത്തിലെ KSYF-ഉം കർണാടകയിലെ തമിഴ്നാട് വാലിബർ സംഘം, ഇങ്ങനെ വിവിധ സംസ്ഥാനങ്ങളിൽ നിലവിലുണ്ടായിരുന്ന സംഘടനാ പ്രതിനിധികളെല്ലാം ഒത്തുചേർന്നുകൊണ്ട് ഒരു കമ്മിറ്റി ഉണ്ടാക്കി അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു സമ്മേളനം ചേരുന്നത്. ആ സമ്മേളനത്തിന് സാക്ഷ്യം വഹിച്ച നാട് പഞ്ചാബായിരുന്നു. ആ പഞ്ചാബിന്റെ ലുധിയാന കർത്താർ സിംഗ് സരഭയുടെ നാടാണ്. ധീര രക്തസാക്ഷികൾ, ആ സഖാവിന്റെ ഉജ്ജ്വലമായ ഓർമ്മകൾ തങ്ങി നിൽക്കുന്ന ആ നാട്ടിൽ 1980 ഒക്ടോബർ 30 രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും യുവാക്കൾ എത്തിച്ചേരുന്നു. ആ സമ്മേളനം നടക്കുന്ന സാഹചര്യം അവിടെ വിഘടനവാദത്തിനെതിരായിട്ടുള്ള ശക്തമായ യുവജന മുന്നേറ്റം നടക്കുന്ന സാഹചര്യമായിരുന്നു. ഒരു ഘട്ടത്തിൽ ആ സമ്മേളനം അവിടെ പൂർത്തീകരിക്കാൻ വേണ്ടി കഴിയുമോ എന്നുള്ള ആശങ്ക അവിടെ ഉണ്ടായിരുന്നു എന്നാണ് ആ സമ്മേളനത്തിൽ പങ്കെടുത്ത ആളുകൾ പറയുന്നത്. ആ സമ്മേളനത്തിന് തയ്യാറെടുപ്പുകൾക്കിടയിലാണ് അരുൺ സിംഗിൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ കൊല ചെയ്യപ്പെടുന്നത്. പക്ഷെ അതിനെയെല്ലാം അതിജീവിച്ച് പഞ്ചാബിലെ സഖാക്കൾ, ലുധിയാനയിലെ സഖാക്കൾ ആ സമ്മേളനത്തിന് ആതിഥ്യമരുളി. ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി അന്ന് നിശ്ചയിക്കപ്പെട്ടത് കൽക്കത്ത സർവകലാശാലയുടെ വൈസ് ചാൻസലറായിരുന്ന പോത്താർ ആയിരുന്നു. ആ സമ്മേളനത്തിൽ പങ്കെടുത്ത ആളുകളിൽ ചിലപ്പോൾ കൊല്ലം ജില്ലയെ പ്രതിനിധീകരിച്ച് നിങ്ങൾക്ക് പരിചയമുള്ള ആളുകളൊക്കെ അതിനകത്ത് പങ്കെടുത്തിട്ടുണ്ടാവാം. സുധേന്ദ്രനുണ്ടോ? ഈ വേദിയിൽ തന്നെ സുധേന്ദ്ര സഖാവ് ആ സമ്മേളനത്തിൽ പങ്കെടുത്ത ആളാണ്. ഞങ്ങളെല്ലാം ഡിവൈഎഫ്ഐയുടെ മേഖലാ സമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോൾ എന്റെ നാട്ടിൽ നിന്നും ജാനു എന്ന് പറയുന്ന ഒരു ടീച്ചർ ആ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു. ടീച്ചർ എല്ലാ സമ്മേളനത്തിലും ഡിവൈഎഫ്ഐയുടെ വേദിയിലേക്ക് വരും. ടീച്ചർ എപ്പോഴും ആവേശത്തോടുകൂടി എപ്പോഴും പ്രസംഗിക്കാറുള്ള ഒരു കാര്യം, ഞങ്ങളെല്ലാം അവിടെ എത്തിയപ്പോൾ ഇന്ന് കാണുന്ന സൗകര്യങ്ങളൊന്നുമല്ല, പക്ഷെ ഞങ്ങളെല്ലാം ആവേശപ്പെടുത്തിയ ഒരു അനുഭവം. ആ സമ്മേളനത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് 80 വയസ്സ് തികഞ്ഞ ഒരാൾ ഒരു പ്രസംഗം നടത്തി. ആരാണ് അയാൾ? അദ്ദേഹത്തിന്റെ പേര് കിഷോറിലാൽ എന്നാണ്. കിഷോറിലാൽ അഭിവാദ്യം ചെയ്തുകൊണ്ട് പറഞ്ഞു, ഭഗത് സിംഗിന്റെ സ്വപ്നം ഇതാ ഇവിടെ സാക്ഷാത്കരിക്കുന്നു എന്നാണ്. കിഷോറിലാൽ ഭഗത് സിംഗിന്റെ സഹപ്രവർത്തകനായിരുന്നു. ലാഹോർ ഗുഡായോന കേസിൽപ്പെട്ട് പ്രായത്തിന്റെ മാത്രം ആനുകൂല്യത്തിൽ വധശിക്ഷ ഒഴിവാക്കപ്പെട്ട ഒരു സഖാവാണ് കിഷോറിലാൽ. കിഷോറിലാൽ പറഞ്ഞു, ഇന്ന് ഭഗത് സിംഗ് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഈ സമ്മേളനത്തിൽ ഭഗത് സിംഗ് പങ്കെടുക്കുമായിരുന്നു.
കാരണം ഭഗത് സിംഗിന്റെയും കൂട്ടുകാരുടെയും ഏറ്റവും വലിയ ഒരു ആഗ്രഹം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സമാന ചിന്താഗതിക്കാരായ യുവജനങ്ങളെല്ലാം അണിനിരത്തിക്കൊണ്ട് ഒരു യുവജന പ്രസ്ഥാനം രൂപീകരിക്കണം എന്നായിരുന്നു. സാമ്രാജ്യത്വ വിരുദ്ധ ആശയമടങ്ങുന്ന ഒരു ശക്തമായ യുവജന പ്രസ്ഥാനം, ആ പ്രസ്ഥാനമാണ് ഇവിടെ രൂപീകരിക്കപ്പെടാൻ വേണ്ടി പോകുന്നത്. ഭഗത് സിംഗ് ഇല്ലെങ്കിലും ഭഗത് സിംഗിന്റെ സ്വപ്നമാണ് ഇവിടെ സാക്ഷാത്കരിക്കുന്നത് എന്ന് ആവേശത്തോടുകൂടി നടത്തിയ ആ പ്രസംഗം ആ സമ്മേളനത്തിന് വലിയ ഒരു ഊർജമാണ് നൽകിയത്. ഇന്നിപ്പോ ചില മാധ്യമങ്ങൾ ഇന്നത്തെ ഡിവൈഎഫ്ഐ മോശമാണ്, പഴയ ഡിവൈഎഫ്ഐ മെച്ചപ്പെട്ട ഡിവൈഎഫ്ഐ ആണ് എന്ന് പറഞ്ഞ് പല വാർത്തകളും കൊടുക്കുന്നുണ്ട്. അന്നത്തെ ഡിവൈഎഫ്ഐ രൂപീകരണത്തെ അന്നത്തെ മാധ്യമങ്ങൾ എങ്ങനെയാ കണ്ടത്? കിഷോരിലാലിന്റെ പ്രസംഗം റിപ്പോർട്ട് ചെയ്തോ? ഇതാ ഒരു വലിയ യുവജന പ്രസ്ഥാനം രൂപീകരിച്ചു എന്ന് ആരെങ്കിലും ആവേശത്തോടുകൂടി പറഞ്ഞോ? അന്ന് മാധ്യമങ്ങൾ ആ സമ്മേളനത്തിൽ പങ്കെടുത്ത് തിരിച്ചു വന്ന ആളുകളെയെല്ലാം വല്ലാതെ നിരാശപ്പെടുത്താൻ വേണ്ടി പറഞ്ഞു, ഇതാ കേരളത്തിൽ പ്രധാനമായിട്ടും പ്രചരിപ്പിച്ചത് യുവജന പ്രസ്ഥാനത്തിന്റെ കരുത്തെല്ലാം ചോർന്നിരിക്കുന്നു, അവിടെ വിപ്ലവം ഉള്ളടക്കം പോയിരിക്കുന്നു, ശാസ്ത്രീയ സോഷ്യലിസം എന്ന KSYFന്റെ മുദ്രാവാക്യം ഉപേക്ഷിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഈ തൂവള്ള കുടികൊണ്ടൊന്നും പ്രത്യേകിച്ച് കാര്യമില്ല എന്ന രൂപത്തിലുള്ള വലിയ പ്രചാരവേല അന്ന് നടത്തി. അപ്പൊ അന്ന് ഇന്നത്തെ മാധ്യമ റിപ്പോർട്ടുകളൊക്കെ കണ്ടാൽ പഴയകാലത്ത് വലിയ രൂപത്തിൽ ഡിവൈഎഫ്ഐയെ സഹായിച്ചു എന്നൊരു തോന്നലാണ് നമുക്കുണ്ടാവുക. അന്നും ഇന്നുമെല്ലാം വലതുപക്ഷ മാധ്യമങ്ങൾ ഡിവൈഎഫ്ഐ ഉൾപ്പെടെയുള്ള സംഘടനകളോട് വലിയ സ്നേഹമൊന്നും കാണിച്ചിട്ടില്ല. അതേതെങ്കിലും മാധ്യമപ്രവർത്തകരുടെ പരിമിതിയല്ല. എല്ലാ കാലത്തും നമ്മുടെ രാജ്യത്തെ മാധ്യമങ്ങളുടെ എല്ലാം ഉടമസ്ഥർ എന്ന് പറയുന്നത് ഈ വ്യവസ്ഥയ്ക്ക് ഒരു കോട്ടവും തട്ടാതെ ഈ വ്യവസ്ഥ ഇങ്ങനെ തന്നെ നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. അവരുടെ താല്പര്യം മാത്രമേ അതിനകത്ത് അച്ചടിച്ചു വരൂ എന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകനെതിരായിട്ടുള്ള ഒരു കുറ്റപ്പെടുത്തലല്ല. അതുകൊണ്ട് എല്ലാ കാലത്തും മാധ്യമങ്ങളെല്ലാം നമ്മളോട് സ്വീകരിച്ച സമീപനം പറയാൻ വേണ്ടി ഞാനിത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ശക്തമായ സാമ്രാജ്യത്വ വിരുദ്ധ വികാരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അത്തരം വിഷയങ്ങളിൽ ശക്തമായ പ്രതിഷേധങ്ങളും പരിപാടികളും സംഘടിപ്പിച്ചുകൊണ്ടാണ് ഡിവൈഎഫ്ഐ മുന്നോട്ട് വന്നത്. ഇന്നത്തെ ദിവസത്തിന്റെ ഒരു പ്രത്യേകത, ഇന്ന് അഭിമന്യുവിന്റെ രക്തസാക്ഷി ദിനമാണ്. ധീരനായ പോരാളി സഖാവ് അഭിമന്യുവിനെ കൊലപ്പെടുത്തിയത് മുസ്ലിം ഭീകരവാദ പ്രസ്ഥാനമായിട്ടുള്ള NDF, SDPI സംഘങ്ങളാണ്. അതുകൂടാതെ ഇന്നത്തെ ഒരു ദിവസത്തിന്റെ പ്രത്യേകത പാട്രിസ് ലുമുംബയുടെ ജന്മദിനം കൂടിയാണ്. കോങ്കോയിലെ ഉജ്ജ്വലനായ പോരാളി, ആ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പദം വരെ അലങ്കരിച്ചിട്ടുള്ള, ലോകത്തെ പോരാളികൾക്കെല്ലാം ആവേശം പകർന്ന ആ വിപ്ലവകാരിയുടെ ജന്മദിനം. ഈ സമ്മേളനം നടക്കുന്ന ഹാൾ സഖാവ് പുഷ്പന്റെ ഉജ്ജ്വലമായ ഓർമ്മകൾ തങ്ങി നിൽക്കുന്ന ഒരു ഹാളിലാണ്. ഈ സമ്മേളനം നടക്കുന്ന സ്ഥലം കടയ്ക്കലാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഉജ്ജ്വലമായ പോരാട്ടത്തിന്റെ ചരിത്രം നോക്കിയാൽ കടയ്ക്കൽ പ്രക്ഷോഭത്തിന്റെ അധ്യായം നമുക്ക് കാണാൻ വേണ്ടി കഴിയും. സർസിപിക്കെതിരായി, സർസിപിയുടെ മർദ്ദക വാഴ്ചക്കെതിരായി ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് എങ്ങനെയാണ് ഒരു നാട് പ്രതിരോധിക്കേണ്ടത് എന്ന മാതൃക കാണിച്ച, ആ പോരാട്ടത്തിൽ ജീവൻ ബലിയർപ്പിക്കാൻ വേണ്ടി തയ്യാറായ ഉജ്ജ്വലരായ പോരാളികൾ, അവർക്ക് ജന്മം കൊടുത്ത മണ്ണിലാണ് നമ്മുടെ സമ്മേളനം ചേരുന്നത്. ഈ സമ്മേളനത്തിന്റെ പൊതുസമ്മേളനം ചേരുന്നത് സഖാവ് VSന്റെ നാമധേയത്തിലുള്ള നഗറിലാണ്. ഇപ്പൊ കൊല്ലം ജില്ലാ സമ്മേളനം, ഇങ്ങനെ നിരവധി ചരിത്ര മുഹൂർത്തങ്ങൾ നമ്മളിൽ ആവേശത്തിന്റെ ഒരു വലിയ പ്രകമ്പനം സൃഷ്ടിച്ചുകൊണ്ടാണ് ഇവിടെ തുടങ്ങുന്നത്, ഇവിടെ ചേരുന്നത് എന്നതാണ് ഏറ്റവും വലിയ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നുന്നത്. ലുമുംബയെ ഓർമ്മിക്കുമ്പോൾ അദ്ദേഹം പ്രതിദാനം ചെയ്ത ആശയം
രാജ്യത്തിന്റെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പൊരുതിക്കൊണ്ടിരിക്കുന്നു. എത്രയെത്ര പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നാലും, എത്ര അടിച്ചമർത്തലുകൾ നേരിടേണ്ടി വന്നാലും കീഴടങ്ങില്ല എന്ന പ്രഖ്യാപനത്തോടുകൂടി സാമ്രാജ്യത്തോട് പൊരുതിക്കൊണ്ടിരിക്കുന്നു എന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ഇന്നിപ്പോ നമ്മളെല്ലാവരും ഉറക്കമെല്ലാം കളഞ്ഞ് ഒഴിവാക്കി വേൾഡ് കപ്പ് നിരീക്ഷിക്കുന്നവരാണ്, കാണുന്നവരാണ്. ഞാനിപ്പോ ഇങ്ങോട്ട് കടന്നു വരുമ്പോ ഇന്നലെ വൈകുന്നേരം എനിക്ക് തോന്നുന്നു നമ്മുടെ കണ്ണൂർ ജില്ലയിലെ ഏറ്റവും വലിയ മെസ്സിയുടെ ഒരു കട്ടൗട്ട് ഉദ്ഘാടനം ചെയ്തിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നത്. പലതരം ഉദ്ഘാടനങ്ങളാണ്. ഇപ്പൊ ജനപ്രതി കൂടിയായപ്പോൾ പലതരം ഉദ്ഘാടനങ്ങൾ നമുക്ക് വരും. അപ്പൊ ഇന്നലത്തെ ഒരു വൈകുന്നേരത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ആ നാട്ടിലെ ചെറുപ്പക്കാരെല്ലാം അപാലവൃദ്ധം ജനങ്ങൾ ചേർന്ന് നിർമ്മിച്ച ഒരു വലിയ കട്ടൗട്ടിന്റെ ഉദ്ഘാടനമാണ്. ഏതാണ്ട് 1 ലക്ഷത്തിൽ കൂടുതൽ തുക ചെലവായി എന്നാണ് അവിടെയുള്ള ആളുകൾ പറഞ്ഞത്. ഇപ്പൊ കളി നടക്കുന്ന അമേരിക്കയിലാണെങ്കിലും മെക്സിക്കോയിലാണെങ്കിലും കാനഡയിലാണെങ്കിലും ആ കളി നടക്കുന്ന സമയമൊന്നും നമുക്കൊരു പ്രശ്നമല്ല, അതിർത്തികൾ നമുക്കൊരു പ്രശ്നമല്ല. അതിലെല്ലാം അപ്പുറത്ത് കളി എന്ന വികാരം, അതൊക്കെ സർവദേശീയമായ ഒരു കാഴ്ചപ്പാടിനെ കൂടി അടയാളപ്പെടുത്തുന്നതാണ്. ഇങ്ങനെ സമത്വത്തിന്റെ, സർവദേശീയമായ സഹോദര്യത്തിന്റെ എല്ലാം അടയാളപ്പെടുത്തലായി മാറേണ്ട ഫുട്ബോൾ അമേരിക്കയിൽ നടക്കുന്ന സന്ദർഭത്തിൽ പക്ഷെ അതിനകത്ത് അമേരിക്കൻ സാമ്രാജ്യത്വം അവരുടെ പതിവ് സ്വഭാവം പല ഘട്ടത്തിലും കാണിച്ചു എന്നുള്ളതാണ് കാണാൻ വേണ്ടി കഴിയുക. ഈ കളിയിൽ എന്നെ ഈ ലോകകപ്പിന്റെ അനുഭവങ്ങൾ പറയാൻ പറഞ്ഞാൽ മെസ്സിയുടെ ഹാട്രിക്ക് നമുക്ക് സന്തോഷം പകരുന്നുണ്ട്. പക്ഷെ ചില ദുഃഖങ്ങളും ചില സങ്കടങ്ങളും ചില ആലോചനകളും നമുക്കിടയിലേക്ക് കടന്നു വന്നു. അത് ആഫ്രിക്കയുടെ അങ്ങേയറ്റത്ത് കിടക്കുന്ന ഒരു കൊച്ചു രാജ്യം, ഏതാണ്ട് 5-6 ലക്ഷം ആളുകൾ മാത്രം അധിവസിക്കുന്ന രാജ്യം കേപ്പ് വർദ്ധൻ. ആ രാജ്യത്തിന്റെ ഒരു കളിയുണ്ടായിരുന്നു. ആ രാജ്യത്തിന്റെ ഗോൾവല കാത്തുകൊണ്ട് നമ്മുടെ എല്ലാം സ്റ്റാറ്റസിൽ, നമ്മുടെ എല്ലാം ഫേസ്ബുക്കിൽ, നവമാധ്യമങ്ങളിൽ തരംഗം ഉണ്ടാക്കിയിട്ടുള്ള ഒരു കളിക്കാരൻ. ആ കളിക്കാരന്റെ പേര് ബൊസിഞ്ഞു. അതുവരെ ഞാൻ ആ പേര് കേട്ടിരുന്നില്ല. നല്ലതുപോലെ ഫുട്ബോൾ നിരീക്ഷിക്കുന്ന നിങ്ങളിൽപ്പെട്ട ആളുകൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവാം. വലിയ ആവേശമുണ്ടാക്കി. പക്ഷേ തുടർന്നുള്ള ദിവസങ്ങളിൽ അദ്ദേഹത്തിന്റെ ചില ഇന്റർവ്യൂ പുറത്തു വന്നു. അദ്ദേഹം പറഞ്ഞു, എനിക്കിവിടെ ഒന്ന് കളിക്കാനൊക്കെ പറ്റി, നന്നായി കളിച്ചു, പക്ഷെ എനിക്കൊരു സങ്കടമുണ്ട്. എന്റെ കളി കാണാൻ എന്റെ അമ്മയെ കൊണ്ടുവരാൻ എനിക്ക് സാധിച്ചിട്ടില്ല എന്നാ പറഞ്ഞു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇവിടെ സന്തോഷ് ട്രോഫിയിൽ ഒരു നല്ല കളിച്ച കളിക്കാരന് ഇങ്ങനൊരു അനുഭവം ഉണ്ടാവില്ല. ഇനിയിപ്പോ സർക്കാർ അവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ലെങ്കിലും ഇവിടെ പൊതുപ്രസ്ഥാനങ്ങൾ, ഡിവൈഎഫ്ഐ ഉൾപ്പെടെ സംഘടനകൾ അവർക്ക് സഹായവുമായി എത്തും. കഴിഞ്ഞ സന്തോഷ് ട്രോഫി ടൂർണമെന്റ് കഴിഞ്ഞ സമയത്ത് വസീഫ് എന്നെ വിളിച്ചു പറഞ്ഞു, നമ്മുടെ നാട്ടിലൊരു പയ്യൻ കളിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്, അവന് വീടില്ല. ഉടൻ തന്നെ ഡിവൈഎഫ്ഐ അവിടെ മുക്കത്ത് ഒരു വീട് നിർമ്മിച്ചു കൊടുത്തു. ഏതാണ്ട് 10-20 ലക്ഷം ചെലവിൽ മനോഹരമായ ഒരു വീട് അവിടെ ഡിവൈഎഫ്ഐ നിർമ്മിച്ചു കൊടുത്തു. ഇപ്പോ അയാൾ ഇന്ത്യൻ ടീമിലേക്ക് പോയി. ഞാൻ പറഞ്ഞത് ഇത് കേരളത്തിലൊരു ചെറിയ കളിയുടെ കാര്യമാണ്. ഇപ്പൊ ഫിഫ വേൾഡ് കപ്പിൽ കളിക്കുന്ന ഒരു കളിക്കാരന് അദ്ദേഹത്തിന്റെ അമ്മയെ സ്വന്തം കളി കാണാൻ കൊണ്ടുവരാൻ കഴിയാത്ത വിധത്തിൽ അസമത്വം ലോകത്തുണ്ടായിട്ടുണ്ട്. അസമത്വം തുടരുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുക. പ്രത്യേകിച്ച് അമേരിക്കയിൽ കളിയായതുകൊണ്ട് വലിയ നിയന്ത്രണമാണ്. വിസ നിയന്ത്രണം ശക്തിപ്പെടുത്തി അമേരിക്ക. മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം ഉണ്ടായത്, അവിടെ ആഫ്രിക്കൻ രാജ്യത്ത് തന്നെയുള്ള ഒരു റഫറിയെ, അദ്ദേഹത്തിന്റെ പേര് ഒമർ അബ്ദുൽ ഖാദർ അർട്ടാൻ, അല്ലേ, നമ്മളെ നിരാശപ്പെടുത്തിയ ഒമർ അബ്ദുൽ ഖാദർ അർട്ടാൻ, അദ്ദേഹത്തിനോട് വിസ നിഷേധിക്കുകയാണ്. എന്താ കാരണം? അയാള് ആഫ്രിക്കൻ വംശജനാണ്, സൊമാലിയക്കാരനാണ്. അപ്പൊ വളരെ സമത്വത്തിന്റെ ലോകമായി ഏറ്റെടുത്ത
ഈ ആവേശകരമായ ഫുട്ബോളിനകത്ത് പോലും എങ്ങനെയാണ് സാമ്രാജ്യത്വം അവരുടെ ചില പ്രത്യേക താല്പര്യം വെച്ച് ഇടപെടുന്നത്? ഇറാനും ബുദ്ധിമുട്ടുണ്ടാക്കി. ഇറാന്റെ കളിക്കാരോട്, അതിന്റെ സംഘാടകരോട് പറഞ്ഞു, നിങ്ങൾ മെക്സിക്കോവിൽ പരിശീലനം നടത്തിക്കോ, ഇങ്ങോട്ടിപ്പടെ വരണ്ട. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ വലിയ വിസാ നിയന്ത്രണം ഏർപ്പെടുത്തി, അറബ് രാജ്യങ്ങൾക്ക് വലിയ വിസാ നിയന്ത്രണം ഏർപ്പെടുത്തി. ഇപ്പൊ ലോകകപ്പിന്റെ ആവേശകരമായ കാഴ്ചകൾ ഇങ്ങനെ കാണുമ്പോഴും അതിനപ്പുറത്ത് ലോകകപ്പിൻ സംഘാടനത്തിൽ പോലും എങ്ങനെയാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള സാമ്രാജ്യത്വ രാജ്യങ്ങൾ ഇത്തരം മൂന്നാം ലോക രാജ്യങ്ങളോട്, ആഫ്രിക്കൻ രാജ്യങ്ങളോട് പെരുമാറിക്കൊണ്ടിരിക്കുന്നത് എന്നതിന്റെ ഉദാഹരണമായി ഇത്തരം കാര്യങ്ങൾ കാണാൻ വേണ്ടി കഴിയും. അമേരിക്കൻ സാമ്രാജ്യത്വം ലോകത്ത് ആധിപത്യം ഉറപ്പിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ ഞാൻ എല്ലാം വിശദീകരിച്ചാൽ സമയം ഒരുപാട് പോകും. ഡിവൈഎഫ്ഐ കേരളത്തിലെ തെരുവുകളിൽ വലിയ പ്രകടനം നടത്തി കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ. എനിക്ക് അത്ഭുതം തോന്നി. ഡിവൈഎഫ്ഐ നടത്തിയ പ്രകടനത്തിന്റെ ഫോട്ടോ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തപ്പോ കേരളത്തിലെ കോൺഗ്രസ് സൈബർ സെൽ, RSSന്റെ സൈബർ സെല്ലുകൾ, RSSനെ പിന്നെ അങ്ങനെയാണ് നമുക്ക് വിചാരിക്കാം, പക്ഷെ കോൺഗ്രസ് എങ്ങനെയാണോ? എന്താ ആക്ഷേപിച്ചത്? ആ സൈബർ സെല്ലിന്റെ തലവനാണ് താൻ എന്ന് വി.ഡി. സതീശന്റെ നിയമസഭയിലെ പ്രസംഗം കേട്ടാൽ നമുക്ക് ബോധ്യമാവും. വി.ഡി. സതീശൻ പറഞ്ഞത് അമേരിക്കയിൽ മഴ പെയ്യുമ്പോ നിങ്ങൾ ഇവിടെ കുടപിടിക്കുന്നു എന്നാണ്. വെനിസ്വേലയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണാധികാരിയെ അട്ടിമറിച്ച് അദ്ദേഹത്തെ പിടിച്ചു കൊണ്ടുപോയി അമേരിക്കൻ സേന ജയിലിലടച്ചു. അദ്ദേഹത്തിന്റെ ഭാര്യയെ പിടിച്ച് ജയിലിലടച്ചു. അതിശക്തമായ നിലയിൽ കേരളത്തിന്റെ ഗ്രാമങ്ങളിൽ സമരം നടത്തി. എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ്. അലന്റെ വധിക്കപ്പെട്ടപ്പോ തിരുവനന്തപുരത്തെ വിദ്യാർത്ഥികൾ അന്ന് തിരുവനന്തപുരം റോഡ് ഉപരോധിച്ച ചരിത്രം നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഏലിയാൻ ഗോൺസാലസ് എന്ന് പറയുന്ന ഒരു ചെറുബാലനെ പിടിച്ച് അമേരിക്ക തടവിലിട്ടപ്പോ ഏലിയാൻ ഗോൺസാലസിനെ വിട്ടയക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിൽ പ്രകടനം നടത്തിയിട്ടുണ്ട്. നെൽസൺ മണ്ടേലയ്ക്ക് വേണ്ടി ശബ്ദമുയർത്തിയിട്ടുണ്ട്. ലൂംബയെ വധിച്ചപ്പോ ശബ്ദമുയർത്തിയിട്ടുണ്ട്. ലോകത്തിന്റെ ഏത് കോണിൽ നടക്കുന്ന അനീതിയെയും ചോദ്യം ചെയ്യാൻ, അതിനോട് പ്രതികരിക്കാൻ, അതെല്ലാം പരസ്പര ബന്ധിതമായ ഒരു കാര്യമാണ് എന്ന തിരിച്ചറിവോടുകൂടി ഇടപെടാൻ ഡിവൈഎഫ്ഐ തയ്യാറായിട്ടുണ്ട്. ഇനിയും തയ്യാറാവും. അതിനേതെങ്കിലും തമാശ രൂപത്തിലുള്ള കാര്യമായി അവതരിപ്പിച്ച് ട്രോളുകൾ നിരത്തി ഇവരുടെ സാമ്രാജ്യത്വ വിരുദ്ധമായ ആശയത്തെ ദുർബലപ്പെടുത്താം എന്നാണ് വലതുപക്ഷം ശ്രമിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് നിരാശപ്പെടേണ്ടി വരും എന്ന് മാത്രമേ അവരോട് പറയാനുള്ളൂ. അത്തരം ആക്ഷേപങ്ങൾ കൊണ്ടൊന്നും ഈ സാമ്രാജ്യത്വ വിരുദ്ധമായ ഉള്ളടക്കത്തെ ഞങ്ങൾ ഒഴിവാക്കുന്ന പ്രശ്നമില്ല. പലതരത്തിലുള്ള വിഷയങ്ങളുണ്ടായല്ലോ. ഇപ്പൊ ഗാസയ്ക്ക് വേണ്ടി ഡിവൈഎഫ്ഐ പ്രകടനം നടത്തുമ്പോൾ അടിയിൽ വന്ന് ചില ആളുകൾ കമന്റ് ഇടും, ഇത് മുസ്ലിം പ്രീണനമാണ്. യഥാർത്ഥത്തിൽ ഗാസയുടെ പ്രശ്നം, പലസ്തീൻ പ്രശ്നം അതൊരു മതപ്രശ്നമാണോ? പക്ഷേ വലതുപക്ഷ മാധ്യമങ്ങൾ അങ്ങേയറ്റം അപകടകരമായ നിലയിൽ അത്തരം കാര്യങ്ങളെ വ്യാഖ്യാനിച്ചു. എന്നിട്ട് പറഞ്ഞു ഇത് കേരളത്തിൽ ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് എന്ന് വ്യാഖ്യാനിച്ചു. യഥാർത്ഥത്തിൽ മുസ്ലിം ക്രിസ്ത്യൻ പ്രശ്നമേയല്ല പലസ്തീൻ വിഷയം. അത് മതപരമായ ഉള്ളടക്കമല്ല അതിനുള്ളത്. അക്ഷരാർത്ഥത്തിൽ അമേരിക്കയുടെ പിന്തുണയോടെ ഇസ്രയേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഏകപക്ഷീയമായ കടന്നാക്രമണമാണ്. ആ ഏകപക്ഷീയമായ കടന്നാക്രമണത്തിൽ ഒരു രാജ്യം ഇല്ലാതായി. ഇന്നിപ്പോ ഗൂഗിൾ മാപ്പ് എടുത്ത് പലസ്തീൻ അടിച്ചു നോക്കിയാൽ ഒരു നേർത്ത വര പോലെ നമുക്ക് കാണാൻ കഴിയുന്നു. അപ്പോ ആ രാജ്യത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുമ്പോൾ ഇത് അവിടുത്തെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും തമ്മിലുള്ള പ്രശ്നമാണ്. യഥാർത്ഥത്തിൽ പലസ്തീനിൽ ക്രിസ്ത്യൻ മതങ്ങൾ വിഭാഗം അനുഭവിക്കുന്ന പ്രയാസങ്ങൾ വേറെയുണ്ട്. അവരുടെ ആരാധനാലയം ജെറുസലേം സന്ദർശിക്കാൻ വേണ്ടി പോലും വിലക്ക് ഉണ്ടായിട്ടുള്ള ഇപ്പോഴുമുള്ള ഒരിടമാണ് എന്ന് കാണാൻ വേണ്ടി കഴിയും. പക്ഷേ അതെല്ലാം മാറ്റി ഇതൊരു മുസ്ലിം ക്രിസ്ത്യൻ പ്രശ്നമാണ് എന്ന രൂപത്തിൽ കാസയും ഇവിടെയുള്ള വർഗീയവാദികളുമെല്ലാം പ്രചരിപ്പിക്കുന്നു. അത്തരം പ്രചരണങ്ങളെ തള്ളിക്കളയാൻ നമുക്ക് കഴിയുന്നുണ്ട്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചെറിയ മാറ്റങ്ങൾ പോലും നമ്മളെ ബാധിക്കും. ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ നിയന്ത്രണം ഏർപ്പെടുത്തിയപ്പോൾ നമ്മുടെ നാട്ടിൽ കുഞ്ഞിരാമട്ടന്റെ ചായക്കടയിൽ ചായക്ക് 5 രൂപയാണ് കൂടിയത്. വി.ഡി. സതീശനെ പോലെ ആളുകൾ ഇത് മനസ്സിലാക്കണം.
അദ്ദേഹം ആക്ഷേപിച്ചല്ലോ നമ്മുടെ ഇത്തരം ഇടപെടലുകളെ. അമേരിക്ക അതുപോലെ തന്നെ സാമ്രാജ്യത്വ രാജ്യങ്ങളോട് ഇതുവഴി കടന്നു പോകാൻ വേണ്ടി പാടില്ല. പക്ഷേ ചൈനയ്ക്കും റഷ്യക്കും അതുവഴി പോകുന്നതിൽ നിയന്ത്രണം ഒഴിവാക്കി. ഇന്ത്യക്ക് ചില ഉപാധികൾ ഇറാൻ മുന്നോട്ട് വെച്ചു. എന്തുകൊണ്ടാണ് ഉപാധികൾ മുന്നോട്ട് വെച്ചത്? പഴയ ഇന്ത്യ ആണെങ്കിൽ ശക്തമായ നിലയിൽ ആ സാമ്രാജ്യത്വ വിരുദ്ധ നിലപാട്, യുദ്ധത്തിനെതിരായ നിലപാട് സ്വീകരിക്കുമായിരുന്നു. പക്ഷെ ഇന്ത്യ അതുപോലെയുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നതിനും പിന്നോട്ട് പോയി. അമേരിക്ക കണ്ണുരുട്ടിയപ്പോ എന്നാൽ പിന്നെ റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുന്നില്ല, നിയന്ത്രണം കൊണ്ടുവരാം എന്നൊക്കെയുള്ള വാദങ്ങൾ നമ്മുടെ രാജ്യം മുന്നോട്ട് വെച്ച അനുഭവം ഉണ്ടായി. അതുകൊണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമരങ്ങൾ, മുന്നേറ്റങ്ങൾ, സാമ്രാജ്യത്വത്തിന്റെ ഇടപെടലുകൾ, അതിനെതിരായി വിവിധ രാജ്യങ്ങളുടെ കൂട്ടായ്മ, പ്രത്യേകിച്ച് ചൈനയുടെ നേതൃത്വത്തിൽ ബ്രിക്സ് ഉൾപ്പെടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലുകൾ, ഇതെല്ലാം നമ്മൾ കാണേണ്ടതുണ്ട്, സൂക്ഷ്മമായി വിശകലനം ചെയ്യേണ്ടതുണ്ട്. ശക്തമായ സാമ്രാജ്യത്വ വിരുദ്ധ ആശയത്തെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. നമ്മുടെ രാജ്യം അങ്ങനെയാണ് രൂപപ്പെട്ടത്. ഇന്ത്യ എന്ന ദേശീയത എങ്ങനെ രൂപപ്പെട്ടു എന്ന് ചോദിച്ചാൽ, ഇന്ന് കാണുന്ന ഇന്ത്യ എന്ന ദേശീയത രൂപം കൊള്ളുന്നതിൽ ശക്തമായ സാമ്രാജ്യത്വ വിരുദ്ധ വികാരത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള പോരാട്ടത്തിന്റെ ഉജ്ജ്വലമായ ചരിത്രം നമുക്ക് കാണാൻ വേണ്ടി കഴിയും. പക്ഷെ ദൗർഭാഗ്യവശാൽ ഇന്നത്തെ ഇന്ത്യൻ ഭരണാധികാരികൾ ഇതൊരു മതദേശീയതയാണ് എന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നു. ചരിത്രം വീണ്ടും വീണ്ടും ആളുകളെ ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട്. ഇന്ന് കാണുന്ന ഇന്ത്യ ഏതെങ്കിലും ഒരു മതസ്വത്വത്തെ അടിസ്ഥാനപ്പെടുത്തി നടന്ന പോരാട്ടത്തിന്റെ ഉൽപ്പന്നമല്ല. ഇന്ന് കാണുന്ന ഇന്ത്യ വിവിധ മതത്തിൽപ്പെട്ട ആളുകൾ, ഒരു മതവുമില്ലാത്തവർ, മതവിശ്വാസികൾ, മതവിശ്വാസമില്ലാത്തവർ, വിവിധ ഭാഷകൾ സംസാരിക്കുന്നവർ, വിവിധ വേഷങ്ങൾ ധരിക്കുന്നവർ, വിവിധ ആരാധനകൾ നടത്തുന്നവർ, വിവിധ ഭക്ഷണം കഴിക്കുന്നവർ, ഇങ്ങനെ നാനാവിധം വൈവിധ്യങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ആ വൈവിധ്യത്തിൽ ജീവിക്കുന്ന മനുഷ്യർ ഒറ്റക്കെട്ടായി ഏതാണ്ട് 1915 ശേഷം കൂടുതൽ ശക്തമായി പറഞ്ഞു ബ്രിട്ടീഷ് വിരുദ്ധമായ ഒരാശയം അവർ മുന്നോട്ട് വെച്ചു. മലയാളത്തിൽ ദേശഭക്തി ഗാനം അത് ഉറുദുവിലുണ്ടാവുന്നു, തമിഴ് ഭാഷയിലുണ്ടാവുന്നു. പക്ഷെ അതിനു മുന്നേ അങ്ങനെയല്ല. അതിനെല്ലാം മുന്നേ ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് കടന്നു വരുമ്പോൾ വിവിധ നാട്ടുരാജ്യങ്ങൾ ഭാഷാപരമായ പ്രശ്നത്തെ മുൻനിർത്തിയുള്ള സ്വത്വം, വംശീയമായ സ്വത്വം, നാട്ട് രാജാക്കന്മാർ തമ്മിലുള്ള മത്സരം, ഇങ്ങനെ പരസ്പരം വൈര്യം സൂക്ഷിച്ച് സംഘർഷഭരിതമായ ഒരു അന്തരീക്ഷത്തിലാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ പിടിമുറുക്കിയത്. പക്ഷെ 1917 റഷ്യൻ വിപ്ലവം നടക്കുന്നു. 1920 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണം, തുടർന്ന് കർഷകരുടെ സമരങ്ങൾ, തൊഴിലാളി പ്രസ്ഥാനങ്ങൾ, യുവജന മുന്നേറ്റം, അതുകൂടാതെ നവോത്ഥാന നായകന്മാർ നടത്തിയിട്ടുള്ള ഉജ്ജ്വലമായിട്ടുള്ള ഇടപെടലുകൾ. ഒരേ സമയത്ത് ബ്രിട്ടീഷ് വിരുദ്ധമായ ഒരു ആശയത്തെ മുൻനിർത്തി സമരം നടക്കുന്നു. അതേ സമയത്ത് ഈ നാട്ടിലെ സാമൂഹ്യ വിവേചനങ്ങൾക്കെതിരായ സമരവും ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി സമന്വയിപ്പിച്ചു. അങ്ങനെ സമന്വയിപ്പിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് കാണുന്ന ഇന്ത്യ എന്ന ദേശീയത ഇവിടെ രൂപപ്പെട്ടത്. ആ പോരാടി നേടിയ ദേശീയതാ സങ്കല്പത്തെ, ആ ഇന്ത്യ എന്ന സങ്കല്പത്തെ ഏതെങ്കിലും ഒരു മതത്തെ അടിസ്ഥാനപ്പെടുത്തി നടത്തിയിട്ടുള്ള ഇടപെടലാണ് ഇന്ന് കാണുന്ന ഇന്ത്യ എന്ന് ആരെങ്കിലും വന്ന് പറഞ്ഞാൽ അതല്ല ശരിയെന്ന് പറഞ്ഞു കൊടുക്കേണ്ട ഉത്തരവാദിത്വം, ചരിത്രം വീണ്ടും വീണ്ടും ഉറപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം തീർച്ചയായിട്ടും ഡിവൈഎഫ്ഐക്കുണ്ട്. കപട മത രാഷ്ട്രവാദം ഉയർത്തി മതദേശീയത മുന്നോട്ട് വെച്ച്, കപട ദേശീയത മുന്നോട്ട് വെച്ച് രാജ്യത്തെ അപകടപ്പെടുത്താൻ നോക്കുന്ന ശക്തികൾക്കെതിരായിട്ടുള്ള പോരാട്ടമാണ് രാജ്യത്തെ പ്രധാനപ്പെട്ട പോരാട്ടം. നിങ്ങൾ നോക്ക്, ഇന്ത്യയുടെ ഒരു ചിത്രം എന്താണ്? ഇപ്പൊ കഴിഞ്ഞ ദിവസം ടെലഗ്രാഫ് പത്രത്തിന്റെ പത്രാധിപൻ രാജഗോപാൽ എന്ന് പറയുന്ന മതനിരപേക്ഷ ഒടുക്കത്തോടുകൂടി ഈ രാജ്യത്തിന്റെ ഭരണഘടന ഉയർത്തിപ്പിടിച്ച് പ്രവർത്തിക്കുന്ന ഒരു പത്രപ്രവർത്തകന് പാസ്പോർട്ട് നിഷേധിക്കപ്പെടുകയാണ്. രാജഗോപാൽ ചെയ്ത കുറ്റം എന്താണ്? മതനിരപേക്ഷതയ്ക്ക് വേണ്ടി വാദിച്ചു എന്നുള്ളതാണ്, ഭരണഘടന ഉയർത്തിപ്പിടിച്ചു എന്നുള്ളതാണ്. ഇങ്ങനെ മാധ്യമ പ്രവർത്തകർക്കെതിരായിട്ടുള്ള വേട്ട രാജ്യത്ത് നടക്കുന്നു.
മറ്റൊന്ന് രാജ്യത്തിന്റെ ജനാധിപത്യ കശാപ്പ്. വിവിധ പാർട്ടികളാണ് നമ്മുടെ രാജ്യത്ത്. ഏറ്റവും ചെറിയ ഒരു പാർട്ടിയുടെ ഒരു MP ഇന്ത്യയുടെ പാർലമെന്റിൽ ഉണ്ടെങ്കിൽ ആ പാർലമെന്റ് അംഗത്തെ കേൾക്കാൻ, ഈ രാജ്യം നിർമ്മിക്കുന്ന ഒരു നിയമത്തിനകത്ത് ഇടപെടാൻ അയാൾക്ക് അവകാശമുണ്ട്. സബ്ജക്ട് കമ്മിറ്റിയും സെലക്ടഡ് കമ്മിറ്റിയും അതിന്മേലുള്ള ചർച്ചയും, ഇങ്ങനെ ജനാധിപത്യപരമായ ഒരു ഉള്ളടക്കം നമ്മുടെ പാർലമെന്റ് ഉണ്ടായിരുന്നു. ഇന്ന് പാർലമെന്റ് ജനാധിപത്യ ഉള്ളടക്കം പൂർണ്ണമായും തകർന്നു. ഒരു ചർച്ചയും കൂടാതെ ഏത് കരിനിയമവും പാസാക്കിയെടുക്കാൻ കഴിയുന്ന രൂപത്തിൽ നമ്മുടെ രാജ്യം മാറുകയാണ്. ഞാൻ വിശദീകരിക്കുന്നില്ല. ഈ സമീപകാല ഉദാഹരണങ്ങൾ നോക്കിയേ. നമ്മുടെ രാജ്യത്തെ ബഹുജന പാർട്ടികളുടെ ഒരു വേദിയാണ്. അത് പൂർണ്ണമായും ഇല്ലാതാകുന്നു. പാർട്ടികളെ പിളർത്തി പണം കൊടുത്ത് ED വിട്ട് ഇങ്ങോട്ട് പിടിക്കുക. നിങ്ങൾ നോക്ക്, ബംഗാളിൽ നിന്ന് 21 MPമാരെയാണ് BJP പിടിച്ചത്. 21 MPമാരെ ഋത്തപ്രദോ ബാനർജിയുടെ നേതൃത്വത്തിൽ ഒരു സംഘത്തെ അങ്ങനെ തന്നെ അടർത്തി മാറ്റി. തൃണമൂലിനെ പിളർത്തി, ശിവസേനയെ പിളർത്തി, കോൺഗ്രസിന്റെ കുറെ ആളുകളെ നേരത്തെ തന്നെ അങ്ങോട്ട് കൊണ്ടുപോയി. യഥാർത്ഥത്തിൽ 34 കോടി ജനങ്ങളുടെ ജനവിധി ബംഗാളിന്റെ കാര്യത്തിൽ മാത്രം അട്ടിമറിച്ചു. എന്ന് പറഞ്ഞാൽ 34 കോടി ജനങ്ങൾ, ബംഗാളിലെ ജനങ്ങൾ തൃണമൂലിന് വോട്ട് ചെയ്ത് 21 MPമാരെ കൊടുത്തു. ആ MPമാർ മുഴുവൻ നിങ്ങൾ നോക്ക്. നമ്മുടെ പാർലമെന്റിന്റെ ഒരു ഘടന, അതായത് 2024 തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് പാർലമെന്റിലേക്ക് ആളുകൾ പോയത്, അവിടെ എത്തിയത്, ആ ഘടന മാറിയിരിക്കുന്നു. 21 ആളുകൾ ഇപ്പുറത്ത് വന്നു. അതുപോലെ തന്നെ 6 പേരെയാണ് ശിവസേനയുടെ ഭാഗമായി പാർലമെന്റിൽ നിന്ന് അവരെടുത്തത്. ഇനിയും നിരവധി പാർട്ടികളെ സമീപിക്കുന്നു. 50 കോടി 60 കോടി കോടികൾ വാങ്ങാൻ തയ്യാറാത്ത ആളുടെ വീട്ടിലേക്ക് ED വിടും, ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുന്നു. ഇതിനെതിരായി ഒരക്ഷരം ഉരിയാടാൻ ഇന്ത്യയിലെ പ്രതിപക്ഷ കഴിയുന്നുണ്ടോ? പ്രതിപക്ഷ പാർട്ടികളിൽ കോൺഗ്രസ് കഴിയുന്നുണ്ടോ? കോൺഗ്രസ് പാർട്ടി ഇതെല്ലാം നിശബ്ദമായി നോക്കുകയാണ്. കാരണം കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗമായി നിന്ന മുൻ മുഖ്യമന്ത്രിമാർ, മുൻ PCC അധ്യക്ഷന്മാർ, ഈ ബീരൻ സിംഗ് എല്ലാം നേരത്തെ കോൺഗ്രസിന്റെ അവിടെയുള്ള സംസ്ഥാന പ്രസിഡന്റാ. ഇപ്പൊ നിരവധി ആളുകളെയാണ് ഈ നിലയിൽ കൊണ്ടുപോകുന്നത്. രാജ്യത്തിന്റെ ജനാധിപത്യം അട്ടിമറിക്കപ്പെടുന്നു എന്നുള്ളതാ അങ്ങേയറ്റം ഗൗരവമായ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. പുതിയ പ്രശ്നം വരാൻ വേണ്ടി പോകുന്നത് പാർലമെന്റിൽ ഇന്ന് കാണുന്ന ഈ പാർലമെന്റ് സീറ്റുകളുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടാക്കി പൂർണ്ണമായും വലിയ ഭൂരിപക്ഷത്തിൽ BJPക്ക് ജയിക്കാൻ കഴിയുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ മാറ്റുന്നു. അങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ ഈ രാജ്യം ഉണ്ടാവില്ല എന്നുള്ളതാണ്. രാജ്യം ബാക്കിയുണ്ടാവില്ല. എന്താ പ്രശ്നം? അവർക്ക് അനുകൂലമായ നിലയിൽ അവർ ഈ കാര്യങ്ങളെ കാണും. ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ അതിനുവേണ്ടി വിനിയോഗിക്കും. ഇപ്പൊ തന്നെ 3-2 ഭൂരിപക്ഷം ഇല്ലാത്തത് കൊണ്ടാണ്. കേവല ഭൂരിപക്ഷം നഷ്ടപ്പെട്ടുപോയി. ഇല്ലെങ്കിൽ ഭരണഘടന തിരുത്താൻ ആവശ്യമായ ഇടപെടൽ നടത്തും. 360 സീറ്റ് ഉണ്ടെങ്കിൽ ഭരണഘടന പൂർണ്ണമായും അവർ തിരുത്തും. അപ്പൊ അതിന്റെ എല്ലാം ലക്ഷണങ്ങൾ ഈ രാജ്യത്ത് കണ്ടു തുടങ്ങിയിരിക്കുന്നു. അപ്പൊ അതിനെതിരായി ശക്തമായ സമരങ്ങൾ, ഇടപെടലുകൾ നടത്തേണ്ട സന്ദർഭം ഞാൻ വിശദീകരിക്കുന്നില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ചെറുപ്പക്കാരെ കൂടി ബാധിക്കുന്ന കാര്യം, തൊഴിലാളികളെ ബാധിക്കുന്ന കാര്യം, ലേബർ കോഡുകൾ സംബന്ധിച്ച ഈ ലേബർ കോഡുകൾ കൊണ്ട് ഏറ്റവും കൂടുതൽ ദുരിതമുണ്ടാവുന്നത് ചെറുപ്പക്കാർ കൂടിയാണ്. കാരണം സ്ഥിരം തൊഴിൽ ഇനി ഉണ്ടാവില്ല, സംഘടിക്കാൻ കഴിയില്ല. സ്ഥിരം തൊഴിലുണ്ടോ? ഇവിടെ ഇരിക്കുന്ന ആളുകളിൽ നിങ്ങളുടെ വിദ്യാഭ്യാസം അനുസരിച്ച് തൊഴിൽ ഉള്ള എത്ര ആളുകൾ ഇവിടെ ഉണ്ടാവും? കുറവാണ്. എന്താ കാരണം? തൊഴിൽ കൊടുക്കേണ്ട ഭരണകൂടം. ഇപ്പൊ തൊഴിൽ കൊടുത്തിരുന്ന സ്ഥാപനങ്ങൾ നോക്കണം. ഇന്ത്യൻ റെയിൽവേ ഏഷ്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ തൊഴിൽ കൊടുക്കുന്ന സ്ഥാപനമാണ്. കാര്യം നോക്കാം. LIC നിയമനമില്ല. എയർ ഇന്ത്യ ടാറ്റ കൊടുത്തു, അദാനിക്ക് കൊടുത്തു തിരുവനന്തപുരത്തെ എയർപോർട്ട്, BPCL കൊടുക്കാൻ വെച്ചിരിക്കുക, HLL കൊടുത്തു. ബാങ്കിംഗ് സെക്ടറിൽ പുതിയ നിയമനമില്ല. ഇങ്ങനെ BSNL അതിന്റെ കഥ ഏതാണ്ട് തീരാനായി. ഇങ്ങനെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ കൊടുത്ത തൊഴിൽ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരണത്തിലേക്ക് പോയതിന്റെ ഭാഗമായി രാജ്യത്തിന്റെ ഖജനാവിന് നഷ്ടമുണ്ടായി എന്ന് മാത്രമല്ല, അവിടെയെല്ലാം നേരത്തെ തൊഴിലെടുത്ത ആയിരക്കണക്കിന് ജീവനക്കാർ തൊഴിൽ നഷ്ടമായി. പുതിയ തൊഴിൽ അവിടെ ഉണ്ടാവാനും പോകുന്നില്ല.
അതാ പുതിയ പ്രശ്നം. നേരത്തെ BSNL എന്ന് പറയുന്ന സ്ഥാപനത്തിൽ 3 ലക്ഷത്തിൽ കൂടുതൽ ആളുകൾ ജോലിയെടുത്തിരുന്നു. ഇന്ന് BSNL ഏതാണ്ട് 50,000-ൽ അടുത്ത ആളുകൾ മാത്രമേ ഉള്ളൂ. ലാൻഡ് ഫോൺ കണക്ഷൻ മാത്രമുള്ള കാലത്ത് BSNL എന്ന് പറയുന്ന സ്ഥാപനത്തിൽ 3 ലക്ഷമാണെങ്കിൽ ഇത്രയേറെ മൊബൈൽ കണക്ഷനും ഇന്റർനെറ്റ് സംവിധാനമൊക്കെ ഉള്ള ഈ നാട്ടിൽ ഒരു 30 ലക്ഷം ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ കഴിയുന്ന ഒരു വമ്പൻ പൊതുമേഖലാ സ്ഥാപനമായി BSNL പടുത്തുയർത്തണമായിരുന്നു. പക്ഷേ നേരെ വിപരീത ഫലമാണ് ഉണ്ടായത്. സ്വകാര്യവൽക്കരണത്തിന്റെ പ്രശ്നങ്ങൾ ഇതാണ്. മറ്റൊന്ന് തൊഴിലുള്ള ആളുകളുടെ പ്രശ്നങ്ങൾ വേറെയാണ്. ഇപ്പൊ IT സെക്ടറിലൊക്കെ ലക്ഷക്കണക്കിന് ആളുകൾ ജോലിയെടുക്കുന്നു. എന്താ പ്രശ്നം? ആ സെക്ടറിൽ പൂർണ്ണമായും ആളുടെ നിയന്ത്രണത്തില. പലതിന്റെയും മുതലാളിമാരെ നേരിട്ട് കാണാൻ കഴിയില്ല. ഇപ്പൊ നമ്മുടെ നാട്ടില് മറ്റേ ഗിഗ് വർക്കേഴ്സ് അല്ലേ, ഈ ഊബർ ടീം പറയുന്നുണ്ട്, നമ്മുടെ വേറെന്താ പറയാ, ഫ്ലിപ്കാർട്ട്, ഇങ്ങനെയൊക്കെയുള്ള ധാരാളം ഓൺലൈൻ സംവിധാനങ്ങളുണ്ട്. അവിടെയെല്ലാം ജോലിയെടുക്കുന്ന ആയിരക്കണക്കിന് ചെറുപ്പക്കാർ. എന്തെങ്കിലും ആനുകൂല്യം അവർക്കുണ്ടോ? ഈ ഗിഗ് വർക്കേഴ്സിന്റെ ഒക്കെ ഭാഗമായിട്ട് അതിന്റെ ഭാരവാഹികൾ പറഞ്ഞത്, ഉറക്കമൊഴിഞ്ഞ് ജോലിയെടുത്ത് മിക്കവാറും ഒരുപാട് ആളുകൾ അപകടത്തിൽപ്പെട്ട് മരിച്ചു പോകുന്നു. ഈ മരിച്ചു പോയിട്ടുള്ള തൊഴിലാളിക്ക് ആനുകൂല്യം ആരോടാണ് ചോദിക്കേണ്ടതെന്ന് അറിയില്ല. കാരണം അയാളുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ഈ ഗൂഗിൾ വഴിയുള്ള ബന്ധം മാത്രമാണ്, ഇന്റർനെറ്റ് വഴിയുള്ള ബന്ധം മാത്രമാണ്. അപ്പൊ പുതിയ തൊഴിൽ എടുക്കുന്ന ചെറുപ്പക്കാരുടെ പ്രശ്നങ്ങൾ ഇതുപോലെ കൂടി വരുന്നു. മറ്റൊന്ന് വർക്ക് ലൈഫ് ബാലൻസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ലോകത്തെമ്പാടും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. ആ വർക്ക് ലൈഫ് ബാലൻസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഈ രാജ്യത്ത് ശക്തമായി ഉയർത്തിയ സംഘടന DYFI. ഈ എറണാകുളം ജില്ലയിൽ അന്നാ സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി മരിച്ചുപോയി. ആത്മഹത്യ ചെയ്തല്ല, മരിച്ചതാ. എന്താ കാരണം? അന്നാ സെബാസ്റ്റ്യൻ മരണപ്പെട്ടപ്പോ ആ വാർത്ത പുറം ലോകം അറിയുന്നത് അന്നാ സെബാസ്റ്റ്യന്റെ അമ്മ ആ കമ്പനി മേലധികാരിക്ക് എഴുതിയ ഒരു കത്ത് പുറത്തു വന്നപ്പോഴാണ്. അപ്പൊ അന്നാ സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന പെൺകുട്ടിക്ക് ആ തൊഴിൽ മേഖലയിൽ അനുഭവിക്കേണ്ടി വന്ന കൊടിയ ചൂഷണം ആ കുട്ടിയുടെ മരണത്തിന് കാരണമായി. വലിയ ചർച്ച രാജ്യത്തുണ്ടായി. DYFI വലിയ പ്രതിഷേധം നടത്തി. ഞങ്ങൾ ഡൽഹിയിൽ അന്നാ സെബാസ്റ്റ്യന്റെ ആ മരണത്തിന്റെ പശ്ചാത്തലത്തിൽ ദേശീയ തലത്തിൽ നടന്ന ഒരു കൺവെൻഷനിൽ ഈ പ്രശ്നം സജീവമായി ഉന്നയിച്ചു. ആ കൺവെൻഷനിൽ അന്നാ സെബാസ്റ്റ്യന്റെ അമ്മ ഒരു കത്ത് കൊടുത്തയച്ചിരുന്നു. അന്നാ സെബാസ്റ്റ്യന്റെ അമ്മ കൊടുത്തയച്ച കത്ത് ഞങ്ങൾ ഡൽഹിയിലെ കൺവെൻഷനിൽ വായിച്ചു. ഒരു ഭാഗത്ത് ഇങ്ങനെയുള്ള വർക്ക് ലൈഫ് ബാലൻസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, റൈറ്റ് ടു ഡിസ്കണക്ട് പുതിയ പ്രശ്നമാണ്. ലോകത്ത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം. ഇന്ത്യയുടെ പാർലമെന്റിൽ DYFI അഖിലേന്ത്യാ അധ്യക്ഷൻ A റഹീം ഉന്നയിച്ച ഒരു പ്രശ്നം കൂടിയാണ്. എന്താ പ്രശ്നം? ജോലിയുള്ള ആൾക്ക് ജോലി സമയം കഴിഞ്ഞിട്ടും അവിടെ നിന്ന് ഇങ്ങോട്ട് വിടുതൽ കിട്ടുന്നില്ല. ചെറുപ്പക്കാർ നേരിടുന്ന ഒരു പുതിയ പ്രശ്നം, തൊഴിലുള്ള ആളുകൾ നേരിടുന്ന പ്രശ്നമാണ്. ഞാൻ എൻ്റെ ഒരു സുഹൃത്തിന്റെ വീട്ടിൽ പോയപ്പോ രാത്രി 8-8:30 അയാളിങ്ങനെ അയാളുടെ ഭാര്യയെ കാത്തു നിൽക്കുക. ഞാൻ ചോദിച്ചു, എവിടെയാ ജോലി? അപ്പൊ പറഞ്ഞു, ബാങ്കിലാ. ഞാൻ പറഞ്ഞു, ബാങ്ക് 5 മണി വരെയല്ലേ? സഖാവെ 5 മണി വരെയാണ്, പക്ഷേ എല്ലാ ദിവസവും 8 മണിയാവും എന്ന് പറഞ്ഞാൽ 5 മണി വരെയുള്ള ജോലി 5 മണിക്ക് അവസാനിപ്പിക്കാൻ കഴിയാത്ത രൂപത്തിൽ നീണ്ടു പോകുന്നു. പിന്നെ IT സെക്ടറിൽ പറയേണ്ട കാര്യമില്ല. അവിടെ എല്ലാം കുറച്ച് പൈസയൊക്കെ കിട്ടുമായിരിക്കും, പക്ഷേ 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിശ്രമം, 8 മണിക്കൂർ വിനോദം ഒന്നും ഈ രാജ്യത്ത് നടപ്പിൽ വരുത്തേണ്ടതില്ല എന്ന് രാജ്യത്തിന്റെ പാർലമെന്റ് തന്നെ ധിക്കാരപരമായി തീരുമാനിക്കുന്ന ലേബർ കോഡുകൾ കൊണ്ടുവന്നിരിക്കുന്നു. ഇതാണ് പ്രശ്നം. അതുകൊണ്ട് പുതിയ തൊഴിൽ മേഖലയിൽ പ്രശ്നങ്ങൾ. പിന്നെ AI സാങ്കേതിക വിദ്യ കൂടുതൽ ശക്തമാകുന്നതോടുകൂടി എങ്ങനെയായിരിക്കും ഭാവി തൊഴിൽ എന്നൊന്നും പറയാൻ കഴിയാത്ത വിധത്തിൽ കാര്യങ്ങൾ മാറി. AIക്കെതിരായ ഒരു നിലപാടല്ല. അപ്പൊ ഇതെല്ലാം നമ്മുടെ പ്രത്യേകിച്ച് ചെറുപ്പക്കാരെ എങ്ങനെയെല്ലാം ബാധിക്കുമെന്നത് ഗൗരവമായ ആലോചനയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. എങ്ങനെയാണ് AI അധിഷ്ഠിതമായ തൊഴിലുകൾ നമുക്ക് സംഘടിപ്പിക്കാൻ കഴിയുക എന്നത് ഒരു പ്രശ്നമായി നിൽക്കുകയാണ്. കാരണം അത്തരം സാങ്കേതിക വിദ്യ നമ്മുടെ സിലബസിന്റെ ഭാഗമായി ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇപ്പോഴാണെങ്കിൽ 10ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ ഒരു പാഠഭാഗം മാത്രമാണ് AI സംവിധാനത്തെ കുറിച്ച് പഠിപ്പിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ചൈന 1000
1,00,000 കോടി രൂപയാണ്, 1,00,000 കോടിയാണ് ചൈനയുടെ വാർഷിക ബജറ്റിൽ ഈ AI റോബോട്ടിക്സ് പഠനത്തിനൊക്കെ വേണ്ടി നീക്കിവെച്ചത്. നമ്മുടെ രാജ്യം നീക്കിവെച്ചത് 1000 കോടിയാണ് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. എങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും? ഇപ്പൊ യഥാർത്ഥത്തിൽ പുതിയ സാങ്കേതിക വിദ്യാ പഠനത്തിന് വിദ്യാഭ്യാസ മേഖല നീക്കിവെക്കുന്ന പണത്തിന്റെ അളവ് വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. പക്ഷെ ദൗർഭാഗ്യവശാൽ നമ്മുടെ രാജ്യത്തിന്റെ ഭരണാധികാരികൾ ഇത്തരം സാങ്കേതിക വിദ്യയുടെ പിന്നാലെയല്ല പോകുന്നത്. അവർ ഗോമൂത്രം കൊണ്ട് എങ്ങനെ കൊറോണ ഭേദപ്പെടുത്താം, പശുവിന്റെ ചാണകം ഉപയോഗപ്പെടുത്തിയിട്ട് എങ്ങനെ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്താം എന്നൊക്കെയുള്ള ഗവേഷണത്തിലേക്ക് അവർ തിരിച്ചു പോകുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ഇപ്പൊ ലോകമാകെ മാറുന്നു, തൊഴിൽ സാഹചര്യം മാറുന്നു, തൊഴിലാളികൾക്ക് പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു, തൊഴിലില്ലായ്മ രൂക്ഷമാവുന്നു. ഇത്തരം പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യാൻ രാജ്യത്തിന്റെ ഭരണാധികാരികൾ തയ്യാറാവുന്നില്ല. ചില ആളുകൾ ചോദിക്കുന്നുണ്ടല്ലോ, DYFI എവിടെയുണ്ട്, എന്ത് പ്രസക്തിയുണ്ട് നിങ്ങൾക്കിന്ന്? DYFIക്ക് പ്രസക്തിയുണ്ട്. കാരണം രാജ്യത്ത് ഇത്തരം പ്രശ്നങ്ങൾ വർദ്ധിക്കുന്ന സന്ദർഭത്തിൽ ആരാണ് ഇതിനെതിരായി ശബ്ദമുയർത്തുന്നത്? വർക്ക് ലൈഫ് ബാലൻസ് എന്ന പ്രശ്നം ഈ രാജ്യത്ത് ഉയർത്തിയ സംഘടന DYFI ആണ്. റൈറ്റ് ടു ഡിസ്കണക്ട് ഉയർത്തിയ പ്രസ്ഥാനം DYFI ആണ്. നരേന്ദ്രമോദിയോട് തെരുവിൽ വന്നിട്ട് മോഡിയോട് എവിടെയാണ് എന്റെ തൊഴിൽ എന്ന ചോദ്യം ഉയർത്തിയത് DYFI ആണ്. വർഗീയതക്കെതിരായിട്ടുള്ള പോരാട്ടങ്ങൾ നമ്മുടെ സംഘടനക്ക് എല്ലായിടത്തും ഒരുപോലെ ശക്തിയില്ലാത്തതുകൊണ്ട് ചില പരിമിതികളൊക്കെ ഉണ്ടാവും. പക്ഷെ ശക്തമായ ഒരു ആശയത്തെ മുൻനിർത്തി നിരാശയില്ലാതെ പിന്മടക്കമില്ലാതെ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മുടെ സഖാക്കൾ പൊരുതിക്കൊണ്ടിരിക്കുന്നു. ബംഗാളിൽ 100 കണക്കിന് സഖാക്കളെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കിടയിൽ കൊന്നു തള്ളി. ത്രിപുരയിൽ നിരവധി സഖാക്കളെ കൊന്നു തള്ളി. തമിഴ്നാട്ടിൽ ജാതി മേധാവിത്വത്തിനെതിരായ സമരത്തിന്റെ ഭാഗമായി നിരവധി പോരാളികൾക്ക് ജീവൻ നഷ്ടമായി. മഹാരാഷ്ട്രയിൽ, കാശ്മീരിൽ, രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചെറുതും വലുതുമായിട്ടുള്ള പോരാട്ടങ്ങൾ ഇത്തരം വിഷയങ്ങൾ മുൻനിർത്തിക്കൊണ്ട് DYFI സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ രാജ്യത്തെ വർഗീയവൽക്കരിക്കുന്നു. മതരാഷ്ട്രം എന്ന ആശയത്തിന് വേണ്ടിയിട്ടൊരു മതദേശീയതാ സങ്കല്പം അപകടകരമായി മുന്നോട്ട് വെക്കുന്നു. അതിനു വേണ്ടിയിട്ട് ചരിത്രം പൂർണ്ണമായും തിരുത്തി എഴുതുന്നു. PM ശ്രീ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് സിലബസിനകത്ത് തന്നെ ഇടപെടാൻ വേണ്ടി കഴിയുമോ എന്നുള്ള അന്വേഷണം അവർ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ രാജ്യത്ത് നിലനിൽക്കുകയാണ്. ഭരണഘടന അട്ടിമറിക്കപ്പെടുന്നു. അപ്പോഴാണ് ചില ആളുകൾ, അയ്യോ സഖാവ്, നിങ്ങൾ കേരളത്തിൽ തോറ്റില്ലേ, നിങ്ങൾ ബംഗാളിൽ തോറ്റില്ലേ, നിങ്ങൾ ത്രിപുരയിൽ തോറ്റില്ലേ, ഇനി എന്ത് പ്രസക്തി DYFIക്ക്? ഏതെങ്കിലും പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ, ഏതെങ്കിലും മറ്റ് തെരഞ്ഞെടുപ്പുകളിൽ പരാജയപ്പെട്ടാൽ ഈ ആശയത്തിന് പ്രസക്തി ഇല്ല എന്നല്ല അർത്ഥം. ഈ ആശയത്തെ മറികടന്നുകൊണ്ട് താൽക്കാലികമായി വലതുപക്ഷാശയത്തിന് മേൽക്കൈ ഉണ്ടായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി അതിന് മറികടക്കാൻ ആവശ്യമായ ശക്തമായ ആശയപ്രചരണവും സംഘടനാ പ്രവർത്തനവും നടത്തി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള മാർഗം. നിരാശപ്പെട്ട് പിന്തിരിഞ്ഞു പോവലല്ല. ലോകത്തെ അനുഭവങ്ങൾ അങ്ങനെയല്ല നമ്മളെ പഠിപ്പിച്ചത്. അവിടെ ലോകത്തിന്റെയും രാജ്യത്തിന്റെയും അനുഭവങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നിരാശയില്ലാതെ ഞങ്ങൾ പൊരുതും എന്നാണ് ഈ ഇന്ത്യൻ സാഹചര്യത്തെ മുൻനിർത്തിയിട്ട് നമുക്ക് പ്രഖ്യാപിക്കാനുള്ളത്. എത്ര കാലത്തെ, എത്ര ആളുകളുടെ ചോരയും ജീവനുമാണ് ഇന്നത്തെ ഇന്ത്യൻ സ്വാതന്ത്ര്യം. നമ്മുടെ ഈ ഭരണഘടന അതും കേവലമായി ഒരു ദിവസം കൊണ്ട് ഉണ്ടായതല്ല. ഇപ്പൊ രാജ്യത്തോട് നമുക്ക് കൂറു കാണിക്കണം. അപകടകരമായ നിലയിൽ ഈ മതസ്വത്വ പ്രസ്ഥാനങ്ങൾ ശക്തിപ്പെടുമ്പോൾ ഈ മതസ്വത്വവാദ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി അണിനിരക്കുന്ന ചെറുപ്പക്കാർക്കിടയിൽ എന്റെ പ്രശ്നം മറ്റുള്ളവൻ ബീഫ് കഴിക്കുന്നതല്ല, ഞാൻ ഇടപെടേണ്ട പ്രശ്നം അവന്റെ തൊഴിലിന്റെ പ്രശ്നമാണ്, ഞാൻ ഇടപെടേണ്ട പ്രശ്നം അവന്റെ ഭക്ഷണത്തിന്റെ പ്രശ്നമാണ്, അവന്റെ സ്വാതന്ത്ര്യത്തിനുള്ള കടന്നുകയറ്റമാണ് എന്ന് തിരിച്ചറിവോട് കൂടിയിട്ട് പൊരുതേണ്ട ഒരു സന്ദർഭത്തിൽ തീർച്ചയായിട്ടും DYFIക്ക് പ്രസക്തിയുണ്ട്. ആര് പ്രസക്തിയില്ല എന്ന് പറഞ്ഞാലും നമ്മൾ പിന്തിരിഞ്ഞ് പോകുന്ന പ്രശ്നമില്ല എന്ന് തന്നെ നമുക്ക് ആവർത്തിച്ചുറപ്പിച്ച് പ്രഖ്യാപിക്കാൻ വേണ്ടി കഴിയണം. അവിടെ നിരാശപ്പെട്ട് പോകേണ്ട ഒരു സന്ദർഭമല്ല. ഇപ്പൊ ചില ആളുകൾ കേരളത്തിൽ ഗവർണറുമായി ഞങ്ങൾ പോരാട്ടത്തിനില്ല എന്ന് പറഞ്ഞ് കേരളത്തിൽ RSSന് 3 സീറ്റേ ഉള്ളുവെങ്കിലും RSSന്റെ ഭരണം എങ്ങനെ എളുപ്പത്തിൽ നടത്തിക്കൊടുക്കാം എന്നുള്ള അന്വേഷണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നോക്ക്, മന്ത്രിമാരുടെ ഓഫീസുകളിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് പ്രതിനിധിയുണ്ട്, മന്ത്രിമാരുടെ ഓഫീസുകളിൽ RSSന് പ്രതിനിധിയുണ്ട്, സർവകലാശാലകൾ പൂർണ്ണമായും RSSന് കൊടുത്തിരിക്കുന്നു. MG സർവകലാശാലയിൽ വൈസ് ചാൻസലർ എടുത്തോ, കാർഷിക സർവകലാശാലയിൽ വൈസ് ചാൻസലർ പ്രതിനിധികൾ എടുത്തോ,
സെനറ്റ് എടുത്തോ, ഒരു എതിർപ്പുമില്ല. മാധ്യമപ്രവർത്തകർ ചോദിച്ചു, എല്ലാം എന്താ കഥ, ഞങ്ങളിപ്പോ അങ്ങനെ ഏറ്റുമുട്ടണോ എന്നാ ചോദിക്കുന്നത്. ഏറ്റുമുട്ടേണ്ടി വരും. ഏറ്റുമുട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ, വിയോജിപ്പില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ RSSന് കീഴടങ്ങിയിട്ടുള്ള ഭരണമാണ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. പ്രത്യക്ഷത്തിൽ ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കില്ലേ. അമ്പലക്കള്ളന്മാർക്ക് വേണ്ടി വാദിച്ച ഒരു വക്കീലിനെ പിടിച്ചുകൊണ്ടുവന്നിട്ട് മന്ത്രിസഭയുടെ അറിവോടുകൂടി ദേവസ്വം ബോർഡിന്റെ വക്കീലായി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, അമ്പലക്കള്ളന്മാർക്ക് വേണ്ടി ദേവസ്വം ബോർഡിന്റെ വിവിധ ഫയലുകൾ കൈക്കലാക്കാൻ ഒരു ദിവസം അനുവാദം കൊടുത്തു എന്ന് വേണം അതിനെ കാണാൻ. കേവലം ഒരു തെറ്റല്ല. ഫയലുകളെല്ലാം വലിക്കാനും കാര്യങ്ങൾ എടുക്കാനും വേണ്ടിയിട്ടുള്ള അവസരമാണ് കൊടുത്തത്. ഇതെല്ലാം നമ്മൾ കാണുകയാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം KPCC നിർമ്മിച്ച അവരുടെ നമ്മുടെ EMS അക്കാദമി പോലെ അവർക്ക് അത്തരം ഒരു സംവിധാനമുണ്ട് തിരുവനന്തപുരത്ത്. അവിടെയാണ് RSSന്റെ പ്രധാനപ്പെട്ട ഒരു പരിപാടി അവർ സ്ഥലം വിട്ടുകൊടുത്തത്. ഇപ്പൊ വന്ന് RSS ഏതാണ് കോൺഗ്രസ് ഏതാണ് എന്നൊന്നും തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ ഒരു ഭാഗത്ത്, മറുഭാഗത്ത് ഈ മഞ്ഞപ്പത്രക്കാരെയും മറ്റാളുകൾക്കെല്ലാം ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ട് വ്യാജ വാർത്തകൾ ഇടതുപക്ഷത്തിനെതിരായി സൃഷ്ടിക്കുകയാണ്. ഒരു ഭാഗത്ത് ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുപിടിക്കുന്നു. ജമാഅത്തെ ഇസ്ലാമിക്ക് പഴയതുപോലെ മതരാഷ്ട്രവാദം ഇല്ല എന്ന് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ഒരാളായി VD സതീശൻ മാറി. ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന അപകടകരമായ രാഷ്ട്രീയ മുദ്രാവാക്യം മുന്നോട്ട് വെച്ചവർ അവർ വിശുദ്ധരാക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. എങ്ങോട്ടാണ് നമ്മുടെ നാട് പോകുന്നത്? കേരളത്തിൽ കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ കടുത്ത സ്വകാര്യവൽക്കരണ അജണ്ട മുന്നോട്ട് വെക്കപ്പെട്ടു. ബജറ്റിൽ കൂടി വീര്യം കുറഞ്ഞ മദ്യം എന്ന പേരിൽ ബക്കാടി കമ്പനിയുമായി ഡീലുണ്ടാക്കി അവർക്കൊരു വർഷം 1,600 കോടിയുടെ കൊള്ള നടത്താനുള്ള അവസരം ഈ ഗവൺമെന്റ് ഒരുക്കി കൊടുത്തു. വീര്യം കുറഞ്ഞ മദ്യം അതിന് നികുതി കുറച്ചു കൊടുത്താൽ അത് അഴിമതിയാണ് എന്ന് പറഞ്ഞ് നാക്ക് വായിലിട്ട് ചെറിയ കാലയളവിൽ തന്നെ ആ പറഞ്ഞ ആൾ മുഖ്യമന്ത്രിയായപ്പോ നേരെ തിരിഞ്ഞ് അഭിപ്രായം പറയുന്ന ചിത്രവും നമ്മൾ കാണുകയാണ്. നുണ പ്രചരിപ്പിക്കുകയാണ്. ഈ സത്യാനന്തര കാലത്ത് ഈ നുണപ്രചരണം ഇങ്ങനെ നടക്കുമ്പോൾ മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് അത് വലിയ വിഷയമല്ല. കാരണം CPMന്റെ ഇടതുപക്ഷത്തിന്റെ DYFIയുടെ ഭാഗമായി ആരെങ്കിലും ഇത്തരം കാര്യങ്ങളിൽ അഭിപ്രായം പറയുമ്പോൾ മാത്രമേ പലർക്കും പ്രശ്നമുള്ളൂ. അല്ലെങ്കിൽ അതൊരു വാർത്തയായി, അല്ലെങ്കിൽ ഒരു സെക്കൻഡുകൾ നിലനിൽക്കുന്ന മാത്രമുള്ള ഒരു കാര്യമായി അതിനങ്ങ് വിട്ടുകളയുകയാണ്. ഇപ്പൊ വാർത്തകൾ തമസ്കരിക്കുന്നു, വാർത്തകൾ പ്രവതീകരിക്കുന്നു. ഇവരുടെ എല്ലാം ഒരു B ടീമായി കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളിൽ ചിലർ ശക്തമായി ഇപ്പോഴും പ്രവർത്തിക്കുന്നു എന്നെല്ലാം നമ്മൾ കാണുകയാണ്. അപ്പൊ നമ്മുടെ മുമ്പിലുള്ള വെല്ലുവിളി നമ്മൾ ഉദ്ദേശിക്കും പോലെ അത്ര ലളിതമല്ല. ഒരു ഭാഗം വലതുപക്ഷ മാധ്യമങ്ങൾ കോടികൾ കൊടുത്തുകൊണ്ട് കന്നപോലവും സംഘവും RSSന്റെ വർഗീയ അജണ്ട, ചെറിയ സ്വത്വത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് അവരെ പ്രോത്സാഹിപ്പിച്ചിട്ട് ഒരു ബെൽറ്റാക്കി അവരെ നിർത്തിയിരിക്കുന്നു. തറവാട്ട് സംഗമങ്ങൾ മുതൽ ജാതി സംഗമം, മതസംഗമം, മറ്റേ സംഗമം എന്നൊക്കെ പറഞ്ഞ് പലതരത്തിൽ ആളുകളെ പല പല കള്ളികളിൽ പെടുത്തുകയാണ്. വിശാലമായ അർത്ഥത്തിൽ നിങ്ങളെല്ലാം തൊഴിലാളികൾ, നിങ്ങളുടെ പ്രശ്നങ്ങൾ, നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്ന അർത്ഥത്തിൽ ചൂണ്ടിക്കാണിക്കുന്നതിന് പകരം നിങ്ങളുടെ പ്രത്യേക സമുദായം ഇന്ന പ്രശ്നങ്ങൾ നേരിടുന്നു, അതിന് ഞങ്ങൾ സഹായിക്കാം എന്നാണ് പുതിയ ഐഡന്റിറ്റി പൊളിറ്റിക്സ് മുന്നോട്ട് വെക്കുന്നത്. ഇങ്ങനെ സമൂഹത്തെ പല പല തട്ടുകളായി വിഭജിക്കുക, നമ്മൾ അങ്ങേയറ്റം ഉപേക്ഷിച്ച ജാതിബോധം വീണ്ടും തിരികെ കൊണ്ടുവരിക, മതപരമായി അവരെ അതുമായി ബന്ധപ്പെട്ട് ഉൾച്ചേർക്കുക, അതിനെല്ലാം അടിസ്ഥാനപ്പെടുത്തിയിട്ട് വോട്ട് ബാങ്ക് ഉണ്ടാക്കുക, അതിനടിസ്ഥാനപ്പെടുത്തി വിജയിക്കുക എന്നെല്ലാം ഉള്ള രൂപത്തിൽ കാര്യങ്ങൾ വരുന്നു. ശക്തമായി പ്രതികരിക്കാൻ നമ്മൾ തയ്യാറായിട്ടില്ലെങ്കിൽ വലിയ അപകടത്തിലേക്ക് പോകും. ആരുണ്ട് ഇതിനെ പ്രതിരോധിക്കാൻ എന്ന ചോദ്യത്തിന് എന്റെ നാട്ടിൽ DYFI ആയി ഞാനുണ്ട് എന്ന് അഭിമാനത്തോടെ പറയാൻ നമുക്ക് കഴിയണം. അതുകൊണ്ട് ഓരോ ചെറുപ്പക്കാരനെയും പിടികൂടുന്ന, പ്രത്യേകിച്ച് പുതിയ ജൻസി തലമുറയെ പിടികൂടുന്ന എല്ലാ പ്രവണതകളെയും തിരിച്ചറിയാൻ, അതിന് ഇടപെടാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. CJP എല്ലാം ആ നിലയിൽ സോഷ്യൽ മീഡിയ വഴി അവർക്കിടയിൽ സ്വാധീനമുണ്ടാക്കിയിട്ടുണ്ട്. CJP നമ്മളിപ്പോ പാടെ തള്ളിക്കളയുന്നില്ല. കാരണം CJP BJP മുന്നോട്ട് വെക്കുന്ന, കേന്ദ്ര ഗവൺമെന്റ് മുന്നോട്ട് വെക്കുന്ന പല തെറ്റായ കാര്യങ്ങൾക്കെതിരായും ശക്തമായ നിലപാട് പറഞ്ഞിട്ടുണ്ട്.
ആ നിലപാടിനെ ഞങ്ങൾ പിന്തുണച്ചിട്ടുണ്ട്. ഡിവൈഎഫ്ഐ നേരത്തെ പറഞ്ഞ നിലപാടുകൾ തന്നെയാണ്. അത് തൊഴിലുമായി ബന്ധപ്പെട്ട പ്രശ്നം, അഴിമതിയുമായി ബന്ധപ്പെട്ട പ്രശ്നം എല്ലാം ഉന്നയിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ പ്രശ്നങ്ങൾ കൂടുതൽ ഉന്നയിച്ച് കേരളത്തിലും നമ്മുടെ രാജ്യത്തും ചെറുപ്പക്കാരെയാകെ സംഘടിപ്പിക്കേണ്ട ഒരു വലിയ ഉത്തരവാദിത്തത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും തരത്തിൽ നിരാശപ്പെട്ട് നിന്ന് പോവുകയല്ല. ഈ വർത്തമാനകാലത്തെ പ്രതിസന്ധികളെല്ലാം അഡ്രസ് ചെയ്തുകൊണ്ട് നല്ല സംഘടനാ കരുത്തോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയണം. നമുക്കിടയിൽ കടന്നു വരുന്ന അരാജക പ്രവണതകളെ നമുക്ക് തിരുത്താൻ കഴിയണം. ചില ഒറ്റപ്പെട്ട തെറ്റായ പ്രവണതകൾ നമ്മുടെ ഈ ജില്ലയിലും കടന്നു വന്നു. മദ്യ മാഫിയ സംഘങ്ങൾ നാട്ടിൽ മറ്റ് പലതരത്തിലുള്ള തെറ്റായ വഴിയിൽ കൂടി സഞ്ചരിക്കുന്ന ആളുകൾ, അതിന്റെ ഒന്നും ഭാഗമായി ഒരു ഡിവൈഎഫ്ഐക്കാരനും പോവില്ല എന്ന് ഉറപ്പ് നൽകാൻ ചില മാധ്യമങ്ങൾ ഇവിടെ പരിശ്രമിക്കും. അത്തരം ആളുകൾക്ക് അവസരം കൊടുക്കാതിരിക്കാൻ ഏറ്റവും ശരിയായ നിലയിൽ ഈ കാര്യങ്ങളെല്ലാം വിശകലനം ചെയ്യാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അവിടെ നമ്മുടെ സംഘടനാ കരുത്തിനെ ശക്തമായി വിനിയോഗിച്ച് നല്ല രൂപത്തിലുള്ള ആശയ പ്രചരണം നടത്തി ഈ കാലത്തെ അതിജീവിക്കാൻ ആവശ്യമായിട്ടുള്ള പോരാട്ടം നമുക്ക് മുന്നോട്ട് പോവാം. അതിനാവശ്യമായ ചർച്ചകൾ, നിർദ്ദേശങ്ങൾ, സ്വയംവിമർശനം, വിമർശനം എല്ലാം ഈ സമ്മേളനത്തിന്റെ ഭാഗമായി ഉണ്ടാവണം എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. സഖാവ് പുഷ്പന്റെ ഉജ്ജ്വലമായ ഓർമ്മകൾ തങ്ങി നിൽക്കുന്ന ഒരു നഗരമാണ്. സഖാവ് പുഷ്പേട്ടനെ ഓരോ തവണ കാണാൻ പോകുമ്പോഴും ഒരു ഘട്ടത്തിലും അദ്ദേഹം ഈ നീണ്ട ഇത്രയും വർഷകാലത്തെ കിടപ്പ് ഒരു അസ്വസ്ഥത ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ടില്ല. ആ സമരത്തിൽ പങ്കെടുക്കേണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞിട്ടില്ല. ആ സമരത്തിന്റെ മുദ്രാവാക്യത്തെ തള്ളി പറഞ്ഞിട്ടില്ല. എല്ലായ്പ്പോഴും സംസ്ഥാനത്തെ ഡിവൈഎഫ്ഐയുടെ ഓരോ ചെറിയ മുന്നേറ്റത്തിലും അങ്ങേയറ്റം സന്തോഷം, അങ്ങേയറ്റം അഭിമാനിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു സഖാവ് പുഷ്പേട്ടൻ. ഞാൻ കണ്ണൂർ ജില്ലയായതുകൊണ്ട്, പ്രത്യേകിച്ച് കൂത്തുപറമ്പിൽ നിന്ന് വരുന്നതുകൊണ്ട് മിക്കവാറും പുഷ്പേട്ടനെ നിരവധി തവണ കാണാനുള്ള അവസരം കിട്ടുന്ന ഒരാളാണ്. ഡിവൈഎഫ്ഐയുടെ ഏത് ചെറിയ ഒരു തെറ്റിനെ പോലും, ഡിവൈഎഫ്ഐക്ക് വരുന്ന ഏതൊരു ചെറിയ പ്രചരണത്തെ പോലും വല്ലാത്ത ആശങ്കയോടും ഉത്കണ്ഠയോടുകൂടി കണ്ടിരുന്ന ഒരു പോരാളിയാണ്. അവസാന ശ്വാസം വരെ ഈ പ്രസ്ഥാനത്തിന്റെ മുന്നോട്ട് പോക്കിന് വേണ്ടി വിശ്വസിക്കുന്ന ആശയത്തിന്റെ ആ പ്രത്യയശാസ്ത്ര തെളിമ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജീവിച്ച ആ പോരാളിയുടെ മണ്ണിൽ നടക്കുന്ന സമ്മേളനം ആ പോരാളിയോടുള്ള ആദരം തന്നെയാണ്. സഖാവ് പുഷ്പൻ കൂടി മരണപ്പെടുമ്പോൾ കൂത്തുപറമ്പ് പോരാളികൾ 6 പേരായി മാറി. സഖാവ് രാജീവനും റോഷനും മധുവും ഷിബുലാലും ബാബുവും പുഷ്പനും ഉൾപ്പെടെ 6 പോരാളികൾ കൂത്തുപറമ്പിന്റെ സമരഭൂമിയിൽ ഒത്തുചേർന്നത് എന്തെങ്കിലും വ്യക്തിപരമായ നേട്ടത്തിനായിരുന്നില്ല. അഴിമതിക്കെതിരായി, വിദ്യാഭ്യാസ കച്ചവടത്തിനെതിരായി ഡിവൈഎഫ്ഐ സമരം പ്രഖ്യാപിച്ചപ്പോ ആ സമരമുഖത്ത് അണിനിരക്കുമ്പോഴാണ് ഈ പോരാളികൾക്കെല്ലാം വെടിയേറ്റത്. കൂത്തുപറമ്പിലെ പോരാളികളുടെ ചരിത്രം, രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഡിവൈഎഫ്ഐയുടെ ഭാഗമായി എന്ന ഒറ്റ കുറ്റം കൊണ്ട് എത്രയോ സഖാക്കൾ കൊലയ്യപ്പെട്ടു. എത്രയോ സഖാക്കൾ, എല്ലാവരുടെയും പേരുകൾ പോലും നമ്മുടെ മുമ്പിൽ ഇപ്പോഴില്ല. കാരണം ബംഗാളിൽ, ത്രിപുരയിൽ, രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി മരണപ്പെടേണ്ടി വന്ന നിരവധി ആളുകളുണ്ട്. പ്രിയപ്പെട്ടവരെ, അവരെല്ലാം മുന്നോട്ട് വെച്ച ആശയം ഈ മണ്ണിൽ സാർത്ഥകമാക്കാൻ ആവശ്യമായിട്ടുള്ള പോരാട്ടം നമുക്ക് ഏറ്റെടുക്കണം. അതുകൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള തെറ്റായ കാര്യത്തിന്റെ ഭാഗമായിട്ടല്ല, ഏറ്റവും ശരിയായ പ്രത്യയശാസ്ത്ര ദൃഢതയോടുകൂടി, സംഘടനാപരമായ ഉൾക്കരുത്തോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയണം. ആ കരുത്ത് വർദ്ധിപ്പിക്കാൻ ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത മുഴുവൻ സഖാക്കളും വളരെ ആത്മാർത്ഥമായി ശ്രമിക്കണമെന്നും ഈ കെട്ടകാലത്തെ പ്രതിരോധിക്കാൻ, കാലത്തിന്റെ ഈ എല്ലാ കുളമ്പടി ശബ്ദങ്ങളും തിരിച്ചറിഞ്ഞ് അതിനെ പ്രതിരോധിക്കാനുള്ള കർമ്മഭടന്മാരായി ഈ നാട്ടിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയേണ്ടതുണ്ട് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ സമ്മേളനത്തെ അഭിവാദ്യം ചെയ്യുന്നു. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. സഖാക്കളെ, സമ്മേളനത്തിന്റെ ഉദ്ഘാടന സെക്ഷൻ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. തുടർന്നുള്ള സെക്ഷനിൽ പ്രതിനിധി സഖാക്കൾ മാത്രമാണ് പങ്കെടുക്കേണ്ടത്.